എല്ലാവർക്കും നമസ്കാരം. സ്കോർ അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ സെഷനിൽ നിർത്തിയ, അതായത് മാഗ്നറ്റിസം പാർട്ട് 1ന്റെ കണ്ടിന്യൂഷൻ ആണ്. മാഗ്നറ്റിസം പാർട്ട് 2. കഴിഞ്ഞ സെഷനിൽ നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതും ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്ന കുറേ ഏരിയാസ് കവർ ചെയ്തു അല്ലേ. ബാർ മാഗ്നറ്റ് എന്താണ്, അതുപോലെ എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്, ബേസിക് ഡെഫിനിഷൻ ഓഫ് മാഗ്നറ്റിസം അല്ലെങ്കിൽ മാഗ്നറ്റിസത്തിൽ നമ്മൾ കണ്ടുവരുന്ന പല ടേംസ് എന്താണ്, അതിന്റെ യൂണിറ്റ്സ് എന്താണ്, അതിന്റെ SI യൂണിറ്റ്, CGS യൂണിറ്റ്, ഇതെല്ലാം നമ്മൾ പഠിച്ചു. അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ചെയ്തു അല്ലേ. കഴിഞ്ഞ സെഷനിൽ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ബേസിക് ഡെഫിനിഷൻസ്, ബാർ മാഗ്നറ്റ്, എർത്ത് മാഗ്നറ്റിക് ഫീൽഡ്, അതുമായി ബന്ധപ്പെട്ട പല ചോദ്യങ്ങൾ, അതായത് ഇതിന് മുൻവർഷം ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു അല്ലേ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. മാത്രമല്ല നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാനുള്ള കുറെ ടോപ്പിക്സ് ഉണ്ടായിരുന്നു. അത് ഇന്ന് കുറെ ചോദ്യങ്ങൾ നമ്മൾ ചെയ്തു. വളരെ സിമ്പിൾ ആയിരുന്നു അല്ലേ. ഇനി ഇന്നത്തെ സെഷനിൽ, അതായത് മാഗ്നറ്റിസം പാർട്ട് 2ൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റ്സ് ആണ്. കഴിഞ്ഞ അവിടുത്തെ സെഷൻ നമുക്ക് വേണമെങ്കിൽ ഒരു ജനറൽ സെഷൻ ആണെന്ന് പറയാം. എന്താണ്, കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്ന അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന കുറേ കോൺസെപ്റ്റ്സ് ആണ് നമ്മൾ പഠിച്ചത് അല്ലേ. ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറേ കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, കുറേ കൂടി ചോദ്യങ്ങൾ വരുന്ന കുറേ ഏരിയാസ് ആണ്. അതായത് ഇതിന്റെ മാഗ്നറ്റിസം അല്ലെങ്കിൽ അതിന്റെ ആപ്ലിക്കേഷൻസ് നമുക്ക് വേണമെങ്കിൽ പറയാം. ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് കറണ്ട് ആണ്. ഞാൻ കഴിഞ്ഞ സെഷനിൽ തന്നെ ഇതിന്റെ ഒരു ഇൻട്രോ പറഞ്ഞിരുന്നു. അതായത് ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ, ഒരു കണ്ടക്ടറിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ, അതായത് ഒരു കോപ്പർ വയർ എടുക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കണ്ടക്ടർ എടുക്കുക, അതിൽ കൂടി ഒരു കറണ്ട് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ അതിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുമെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. എഗെയിൻ അതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടായിരിക്കും നമ്മളിവിടെ പഠിക്കുക. അതിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ കഴിഞ്ഞ നമ്മൾ ഡിസ്കസ് ചെയ്ത സെഷനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെഷനാണ് ഇത്. കാരണം ഒരുപാട് ചോദ്യങ്ങൾ ഈ ഏരിയയിൽ നിന്ന് വരാനുണ്ട്. മാത്രമല്ല പല തരത്തിലുള്ള ചോദ്യങ്ങൾ വരാനുണ്ട്. അതായത് ആദ്യം തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് കറണ്ട് ആയിരിക്കും. അതായത് ഒരു കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ, ഒരു കണ്ടക്ടറിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അതിന് ചുറ്റും ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ കാന്തിക മണ്ഡലം, അതിന്റെ സ്വഭാവം എങ്ങനെയാണ്, അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് അതിന്റെ ആപ്ലിക്കേഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്, അതിന്റെ സ്വഭാവത്തെക്കുറിച്ച് പഠിക്കാനുണ്ട്, ആ കാന്തിക മണ്ഡലത്തിന്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് എങ്ങനെയായിരിക്കും എന്ന് പഠിക്കാനുണ്ട്, അത് ഏതൊക്കെ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു പഠിക്കാനുണ്ട്. അതിനെ ആസ്പദമാക്കി തന്നെ നമുക്ക് പഠിക്കാനുള്ള 1-2 കാര്യങ്ങളാണ് ഇലക്ട്രോമാഗ്നറ്റ്സ് എന്താണ്, അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ എ കറണ്ട് ക്യാരിയിങ് സ്ട്രെയിറ്റ് കണ്ടക്ടർ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് ചോദ്യങ്ങൾ ഇതിൽ നിന്ന് ഡയറക്ട്ലിയും അതുപോലെ തന്നെ അതിന്റെ ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തും ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ബൈ എ കറണ്ട് ക്യാരിയിങ് സർക്കുലർ ലൂപ്പ് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ബൈ എ സോളിനോയിഡ് ചോദിക്കാറുണ്ട്. അപ്പൊ ഈ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒട്ടനവധി ചോദ്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് റെയിൽവേ എക്സാംസിന് ചോദിക്കുന്ന ഒരു ഏരിയയാണ്. അത് ഗ്രൂപ്പ് ഡി ആയിക്കോട്ടെ, NTPC ആയിക്കോട്ടെ. കൂടുതൽ ചോദ്യങ്ങൾ കണ്ടുവരുന്നത് ഗ്രൂപ്പ് ഡി എക്സാംസിനാണ്. അതുപോലെ തന്നെ നമുക്ക് റെയിൽവേയുടെ എല്ലാ എക്സാംസിനും ഈ ഏരിയയിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പല കാര്യങ്ങളും കുറച്ചുകൂടി ജനറൽ ടോപ്പിക്സ് ആണ് അല്ലെ. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പല ടോപ്പിക്സും നമുക്ക് ഒന്ന് പഠിച്ചിട്ട് പോയാൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. മാത്രമല്ല കുറച്ചൊന്ന് അപ്ലൈ അല്ലെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് ചെയ്യേണ്ട ചോദ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ശ്രദ്ധിച്ചിരിക്കാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഏതിയും തുടങ്ങാം, മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് കറണ്ടിൽ തുടങ്ങാം. അതായത് ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ, അതായത് ഒരു വയർ ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ആണ് അല്ലെങ്കിൽ ഒരു കോപ്പർ വയർ ആണെന്ന് വിചാരിക്കുക. ഇതിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നു എന്ന് നമുക്ക് ഇപ്പോൾ അറിയാം അല്ലെ. അല്ലെങ്കിൽ ഒരു കണ്ടക്ടറിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ അതിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം ഉണ്ടാകുന്നു എന്ന് നമുക്ക് ഇപ്പോൾ അറിയാം. പക്ഷെ ഇത് ആദ്യമായി കണ്ടുപിടിച്ചത് ആരാണ്, അത് എങ്ങനെയാണ് അദ്ദേഹം കണ്ടുപിടിച്ചത് എന്നുള്ളത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. കാരണം എന്തിനാ ഞാൻ ഈ കഥ പറയുന്നത് ചോദിച്ചിട്ടുണ്ട്, പലതവണ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അത് എന്താണെന്ന് അറിയാം. അപ്പോൾ ആദ്യം തന്നെ ഈ മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട് ആദ്യമായി കണ്ടുപിടിച്ച, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസവും തമ്മിലുള്ള കണക്ഷൻ ആദ്യമായി കണ്ടുപിടിച്ചത് ആരാണ്? ആൻസ് ക്രിസ്റ്റ്യൻ എർസ്റ്റഡ് എന്ന് പറഞ്ഞ ഈ ഫിസിസിസ്റ്റ് ആണ്. അപ്പൊ ഇദ്ദേഹം ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന്റെ അടുത്ത് ഒരു കോമ്പസ്, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കഴിഞ്ഞ സെഷനിൽ ഡിസ്കസ് ചെയ്ത ഒരു നീഡിൽ ഇരുന്നപ്പോൾ അല്ലെങ്കിൽ കോമ്പസ് ഇരുന്നപ്പോൾ അതിലൊരു മൂവ്മെന്റ് ശ്രദ്ധിച്ചു അല്ലെ. അപ്പൊ അതിൽ നിന്ന് അദ്ദേഹത്തിന് മനസ്സിലായി ഈ കറണ്ട് ഫ്ലോ ചെയ്യുന്ന കാരണം ഒരു കാന്തിക മണ്ഡലം ഉണ്ടാവുന്നുണ്ട്, അത് കാരണമാണ് ആ കോമ്പസിലെ നീഡിൽ എന്ത് ചെയ്യുന്നത്, മാറുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെയാണ് ആദ്യമായി ഈ പറയുന്ന, അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്നതിൽ ആദ്യമായി ഈ പറയുന്ന ഒരു കറണ്ടിന്റെ മാഗ്നറ്റിക് എഫക്ട് കണ്ടുപിടിച്ചത് ആൻസ് ക്രിസ്റ്റ്യൻ എർസ്റ്റഡ് എന്ന് പറഞ്ഞ ഫിസിസിസ്റ്റ് ആണ്. അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വെക്കുക, ഈ പേര് ഓർത്ത് വെക്കുക. പലതവണ റിപ്പീറ്റഡ് ആയിട്ട് റെയിൽവേ എക്സാംസിന് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണിത്. അതായത് ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസവും തമ്മിലുള്ള കണക്ഷൻ കണ്ടുപിടിച്ചത് ആരാണ്, അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റ് എന്തായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹം എങ്ങനെയാണ് ഇത് കണ്ടുപിടിച്ചത്, അതിലൂടെ നമുക്ക് എന്തൊക്കെ മനസ്സിലായി എന്നൊക്കെ ചോദിക്കാറുണ്ട്. ആ ചോദ്യങ്ങൾ ഞാൻ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഈ പേര് ഓർത്തിരിക്കുക. ഓക്കെ, ആൻസ് ക്രിസ്റ്റ്യൻ എർസ്റ്റഡ് എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര് കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കുക, is a physicist who discovered an electric current creates magnetic field. This phenomena is also known as Oersted's law എന്ന് പറയാറുണ്ട്. ഓർക്കുക, Oersted's law states that an electric current creates a magnetic field. ഒരു ഇലക്ട്രിക് കറന്റ് ഒരു മാഗ്നറ്റിക് ഫീൽഡ് അതിന് ചുറ്റും, അല്ലെങ്കിൽ ഒരു കാന്തിക വലയം അതിന് ചുറ്റും എന്ത് ചെയ്യും, ക്രിയേറ്റ് ചെയ്യും എന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു അല്ലെങ്കിൽ ഡിസ്കവർ ചെയ്തു. ഞാൻ പറഞ്ഞു എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു അല്ലെ.
ഇനി Oersted discovery was the first connection found between electricity and magnetism. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇദ്ദേഹത്തിന്റെ ഈ എക്സ്പെരിമെന്റിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് മനസ്സിലായത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൽ നിന്നുള്ള ഇൻഫറൻസ് നമുക്ക് അതിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ നിന്ന് നമുക്ക് ഈ നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത് എന്നുള്ളതും കൂടി നമുക്ക് നോക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആണ്, നോക്കാം. കുറച്ച് പോയിന്റ്സ് ആണ്. അഗൈൻ ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഇനി പഠിക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ നോക്കാം. Oersted's experiment found that for a straight wire carrying a current, ഇതൊരു വയറാണ്, ഈ പച്ചയിൽ കാണിച്ചിരിക്കുന്നത് ഒരു വയറാണെന്ന് വിചാരിക്കുക, അതിൽ കൂടി ഒരു കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഈ പറയുന്ന അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്ന് പറയാം. ആ മാഗ്നറ്റിക് ഫീൽഡിനെയാണ് ഈ റെഡ് ലൈനായിട്ട് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഇതിന്റെ ഡയറക്ഷൻ ഒന്നും ഇപ്പം നിങ്ങൾ നോക്കണ്ട, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. നോക്കുക, ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എൻസർക്കിൾ ദി കറണ്ട് ക്യാരിയിങ് വയർ. എന്താണ്, നമ്മൾ ഈ കറണ്ട് ക്യാരിയിങ് വയറിന്റെ ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും, ഒരു കാന്തിക മണ്ഡലം ഉണ്ടാകും എന്ന് നമുക്ക് മനസ്സിലായി. ഇനി ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ലൈ ഇൻ എ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു ദി വയർ. അതായത് വയർ ഇതാണ്. നമുക്ക് ഫോർ എക്സാമ്പിൾ ഞാൻ ഇങ്ങനെ ഒരു വയർ എടുത്തിരിക്കുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഈ വയർ ഇതിൽ കൂടി കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. കറണ്ട് എങ്ങനെ ഫ്ലോ ചെയ്യാണ്, കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് അതിന് ചുറ്റും ഉണ്ടാവുന്ന കാന്തിക മണ്ഡലം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, ഇങ്ങനെയായിരിക്കും അല്ലേ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ മാഗ്നറ്റിക് ഫീൽഡ് ലൈ ചെയ്യുന്ന പ്ലെയിനും ആ കണ്ടക്ടറും എന്താണ്, പെർപെൻഡിക്കുലർ ആണ് അല്ലെ. ഇതിങ്ങനെ പോകുന്നു, വയർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ കണ്ടക്ടർ എന്ന് പറയുന്നത് ഇങ്ങനെ പോകുന്നു, കാന്തിക മണ്ഡലം ഇതിന് ചുറ്റും ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. അത് എന്താണ്, ഈ വയറും ഈ കാന്തിക മണ്ഡലവും തമ്മിൽ, അല്ലെങ്കിൽ ഈ കണ്ടക്ടറും ഈ കാന്തിക മണ്ഡലവും തമ്മിൽ എന്താണ്, അല്ലെങ്കിൽ ഈ മാഗ്നറ്റിക് ഫീൽഡും തമ്മിൽ എന്താണ്, പെർപെൻഡിക്കുലർ ആണോ. ഇതിങ്ങനെ പോകുന്നു, നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്താൽ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. കാരണം വയർ ഇങ്ങനെ പോകുന്നു, അതിന് ചുറ്റും എന്തുണ്ടാവുന്നു, കാന്തിക മണ്ഡലം ഉണ്ടാവുന്നു. ആ കാന്തിക മണ്ഡലത്തിന്റെ പ്ലെയിനും അതുപോലെ തന്നെ, അതായത് അത് കിടക്കുന്ന ആ കാന്തിക മണ്ഡലം കിടക്കുന്ന പ്ലെയിനും ഈ കണ്ടക്ടറും തമ്മിൽ 90 ഡിഗ്രി ആണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. The magnetic field lines lie in a plane perpendicular to the wire. പോയിന്റ് ക്ലിയർ ആണോ? കാരണം എന്താ, ഇതാണ് ഒരു വയർ എന്ന് വിചാരിക്കുക. ഈ വയറിൽ കൂടി കറണ്ട് താഴെ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ ഇതിന് ചുറ്റുമാണ് എന്തുണ്ടാവുന്നത്, ഇതിന് ചുറ്റും ഈ പറയുന്ന കാന്തിക മണ്ഡലം അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നുണ്ട്. അപ്പം ഈ കണ്ടക്ടറും ഈ പറയുന്ന ഈ നമ്മളുടെ ഇതിന് ചുറ്റും ഉണ്ടാവുന്ന കാന്തിക മണ്ഡലവും തമ്മിൽ എന്താണ്, 90 ഡിഗ്രി അല്ലേ, പെർപെൻഡിക്കുലർ അല്ലേ. അതാണ് ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റ്. ഓക്കെ, അപ്പോൾ ഇത് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഇനി വീണ്ടും നമ്മൾ ഫിഗേഴ്സിലും അതുപോലെ തന്നെ നമ്മുടെ കറണ്ട് ഒരു സ്ട്രേറ്റ് കണ്ടക്ടറിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അതിന് ചുറ്റും ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്വഭാവം പഠിക്കും നമ്മൾ പറഞ്ഞില്ലേ. അതിൽ കുറച്ചുകൂടി ക്ലാരിറ്റി വരുന്നുണ്ടാവും. പക്ഷേ എന്തായാലും ഈ ചോദ്യം വരാറുണ്ട്. അതായത് ഈ ഒരു പോയിന്റ് നിങ്ങൾ ഓർത്ത് വെക്കുക. എഗെയിൻ അത് എങ്ങനെ വന്നു എന്നുള്ളത് നമ്മൾ വഴിയെ പറയുന്നുണ്ടാവും. എന്താണ്, ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ലൈ ഇൻ എ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു ദി വയർ. പെർപെൻഡിക്കുലർ എന്താണ്, ഇതും കിടക്കുന്നത് 90 ഡിഗ്രിയിലായിരിക്കും. ഈ കണ്ടക്ടറിന്റെ ഈ ചുറ്റുമുള്ള കാന്തിക മണ്ഡലം കിടക്കുന്നത് ഒരു പ്ലെയിനിലാണ്. ആ പ്ലെയിനും ഈ കണ്ടക്ടറും തമ്മിൽ 90 ഡിഗ്രി ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ, ആ പോയിന്റ് ഓർത്തിരിക്കുക. ഇഫ് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഇസ് റിവേഴ്സ്, ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഓൾസോ റിവേഴ്സസ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതിനെ ബേസ് ചെയ്ത് ചോദ്യം, ഈ ഒരു കോൺസെപ്റ്റ് അറിയാമെങ്കിൽ തന്നെ 3-4 ചോദ്യങ്ങൾ നമുക്ക് ഡയറക്ട്ലി തന്നെ അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ ആൻസർ ചെയ്യാം. എന്താണ്, അതായത് ഞാൻ ഇങ്ങനൊരു കണ്ടക്ടർ എടുത്തു, ആ കണ്ടക്ടറിലൂടെ ഇങ്ങനെയാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അതിന്റെ ചുറ്റും ഉണ്ടാവുന്ന കാന്തിക മണ്ഡലത്തിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. എനിക്ക് ഇനി ഇത് തിരിക്കണമെങ്കിൽ ഇതെങ്ങനെ, ഈ പറയുന്ന ഈ മാഗ്നറ്റിക് ഫീൽഡ് ഞാൻ തൽക്കാലം ഇങ്ങനെ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കാണിച്ചിരിക്കുന്നത് വിചാരിക്കാം. ഓക്കെ, എനിക്കത് തിരിക്കണമെങ്കിൽ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ജനറൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എനിക്ക് തിരിക്കണമെങ്കിൽ, നേരത്തെ തന്നിരിക്കുന്നതിന്റെ ഓപ്പോസിറ്റ് ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, കറണ്ടിന്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്താൽ മതി. അതാണ് ഈ പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിനെക്കുറിച്ചും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ടാവും കേട്ടോ. ഇഫ് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഇസ് റിവേഴ്സ്, അതായത് കറണ്ട് നമ്മൾ പറഞ്ഞു ഒരു കണ്ടക്ടറിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അതിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം ഉണ്ടാവും, അതിനൊരു ഡയറക്ഷൻ ഉണ്ടാവും ആണല്ലോ. ഇനി ഞാൻ ആ കറണ്ടിന്റെ ഡയറക്ഷൻ, അതായത് ഞാൻ നേരത്തെ താഴെ നിന്ന് മുകളിലോട്ടാണ് കറണ്ട് കടത്തി വിട്ടു എന്ന് വിചാരിക്കുക. അപ്പൊ എനിക്കൊരു മാഗ്നറ്റിക് ഫീൽഡ് അതിന് ചുറ്റും ഉണ്ടായി, അല്ലെങ്കിൽ ഒരു കാന്തിക മണ്ഡലം അതിന് ചുറ്റും ഉണ്ടായി. ഇനി ഈ കാന്തിക മണ്ഡലത്തിന്റെ ഡയറക്ഷൻ ഞാൻ മാറ്റണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ആ താഴെ നിന്ന് മുകളിലോട്ട് കറണ്ട് കടത്തി വിട്ടാൽ മതി, അല്ലെങ്കിൽ കറണ്ടിന്റെ ഡയറക്ഷൻ മാറ്റിയാൽ മതി. അതാണ് ഈ മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. പോയിന്റ് ക്ലിയർ ആണോ? ഇനി the strength of the field is directly proportional to the magnitude of current. നമുക്ക് കോമൺ സെൻസ് കൊണ്ട് തന്നെ നമുക്ക് ആലോചിക്കാം അല്ലെ. ഈ ചുറ്റുമുള്ള കാന്തിക മണ്ഡലത്തിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്താണ്, അതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിന്റെ മാഗ്നിറ്റ്യൂഡിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പം വലിയ കറണ്ട് നമ്മൾ കടത്തി വിടുകയാണെങ്കിൽ അതിന് ചുറ്റും ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, കുറെ കൂടി സ്ട്രോങ് ആയിരിക്കും അല്ലെ. ആ ഒരു പോയിന്റ് ഓർത്തിരിക്കുക, അത് പ്രത്യേകിച്ച് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവില്ല. The strength of the magnetic field at any point is inversely proportional to the distance of the point from the wire. അതായത് ഞാനൊരു വയർ എടുത്തു, ഓക്കെ, ഈ ഒരു വയർ എടുത്തു. അപ്പോൾ ഈ ഒരു വയർ, അല്ലെങ്കിൽ നോക്കുക, ഈ തന്നിട്ടുള്ള വയർ എടുത്തേ, ഇതാണ് തന്നിട്ടുള്ള വയർ എന്ന് വിചാരിക്കുക. ഓക്കെ, ഞാൻ എന്നിട്ടൊരു പോയിന്റ് പി എന്നൊരു പോയിന്റ് എടുത്തു. ഓക്കെ, എന്നിട്ട് ക്യൂ എന്ന് പറയുന്ന ഒരു പോയിന്റ് കുറെ കൂടി ദൂരം എടുത്തു. എന്താ ഇതിൽ പറഞ്ഞിരിക്കുന്നത്, എന്തായാലും ഈ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ അല്ലെങ്കിൽ ഈ കണ്ടക്ടറിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യുന്ന കാരണം ഉണ്ടാകുന്ന കാന്തിക വലയത്തിന്റെ അല്ലെങ്കിൽ കാന്തിക മണ്ഡലത്തിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് പിയിലായിരിക്കും കൂടുതൽ.
ക്യൂവിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. കാരണം എന്താ, ക്യൂ എന്ന് പറയുന്നത് ഈ കണ്ടക്ടറിൽ നിന്ന് വളരെയധികം ദൂരെയാണ് കിടക്കുന്നത് കമ്പയർ ടു പി, അല്ലെ? പി അടുത്താണ് കിടക്കുന്നത്. അതാണ് പറഞ്ഞിരിക്കുന്നത് ദി സ്ട്രെങ്ത് ഓഫ് ദി മാഗ്നെറ്റിക് ഫീൽഡ് അറ്റ് എനി പോയിന്റ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി ഡിസ്റ്റൻസ്. അതായത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്താണ്, അതായത് ഈ ഒരു കണ്ടക്ടർ ഇതുമായിട്ടുള്ള ഡിസ്റ്റൻസ് R1 ആണെന്ന് വിചാരിക്കുക, ഇത് R2 ആണെന്ന് വിചാരിക്കുക, അല്ലെ? അപ്പൊ എന്താണ്, എവിടെയായിരിക്കും സ്ട്രെങ്ത് കൂടുതൽ, എവിടെയായിരിക്കും നമുക്ക് കൂടുതൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക? തീർച്ചയായിട്ടും ഇതിന്റെ അടുത്ത് കിടക്കുന്നതായിരിക്കും. ദൂരം കൂടുന്തോറും എന്താണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ദൂരം കൂടുന്തോറും മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് കുറയും. അത് അങ്ങനെ തന്നെ അല്ലേ? അപ്പൊ നമ്മൾ ഞാൻ നേരത്തെ കഴിഞ്ഞ സെഷനിൽ തന്നെ പറഞ്ഞു അല്ലെ, ഒരു മാഗ്നറ്റിന്റെ അടുത്ത് നമുക്ക് അതിന് ചുറ്റും ആ മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്, അല്ലെ? അത് ഞാൻ നേരത്തെ പറഞ്ഞു. നമുക്ക് അത് ആ ഒരു മാഗ്നറ്റിന്റെ ചുറ്റും അടുത്ത് 1 സെന്റിമീറ്റർ, 2 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ, 10 സെന്റിമീറ്റർ, അല്ലെങ്കിൽ 1 മീറ്റർ, 10 മീറ്റർ, 100 മീറ്റർ ഒക്കെ മാറുമ്പോഴത്തേക്ക് ആ ഫീൽഡിന്റെ എഫക്ട് അവിടെ ഉണ്ടാവില്ല. അടുത്താവും തോറും എന്തുണ്ടാവും, ഫീൽഡിന്റെ സ്ട്രെങ്ത് നമുക്ക് കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതേ കാര്യം തന്നെ ഡിസ്റ്റൻസ് കൂടുന്തോറും എന്താ പറഞ്ഞിരിക്കുന്നത്, മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് കൂടുമ്പോൾ. ഇപ്പം ഫോർ എക്സാമ്പിൾ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ബി മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/r. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ വെച്ചാൽ 1/r എന്നാണ്, അല്ലെ? ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/r, അല്ലെങ്കിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r എന്ന് പറയാം. r എന്ന് എന്താണ്, ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് ഫ്രം ദിസ് പെർട്ടിക്കുലർ കറന്റ് ക്യാരിങ് കണ്ടക്ടർ. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പഠിക്കുന്നുണ്ടാവും. അപ്പോൾ പൊതുവേ ഉള്ളൊരു സ്വഭാവത്തെക്കുറിച്ചാണ് ഞാൻ എന്ത് ചെയ്തത്, ഈ ഒരു കറന്റിന്റെയും അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡിന്റെയും പൊതുവെയുള്ള സ്വഭാവം അല്ലെങ്കിൽ പൊതുവെയുള്ള അവരുടെ കണക്ഷനെ കുറിച്ചാണ് ഞാനിവിടെ പറഞ്ഞത്. ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് വീണ്ടും നമ്മൾ പഠിക്കുന്നുണ്ടാവും കേട്ടോ. അപ്പൊ ജസ്റ്റ് ആ എക്സ്പെരിമെന്റിൽ നമുക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തത്. നമുക്ക് ഇനി അതുമായി ബന്ധപ്പെട്ട നമ്മളിപ്പോൾ ഇത്രയും നേരം നോക്കിയ ബന്ധപ്പെട്ട 1-2 ചെറിയ ചോദ്യങ്ങളൊന്നും ചെയ്താലോ? നോക്കുക. See, when electric current passes through a wire, every time a deflection occurs in a measuring needle. Okay, അതായത് ആൻസ് ക്രിസ്റ്റ്യൻ എർസ്റ്റഡ് അദ്ദേഹം ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്ത ഒരു എക്സ്പെരിമെന്റ് അല്ല, അദ്ദേഹം ഈ പറയുന്ന പോലെ ഒരു കണ്ടക്ടറിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്തപ്പോൾ അതിന്റെ അടുത്ത് ഒരു നീഡിൽ ഉണ്ടായിരുന്നു. ആ നീഡിൽ ഡിഫ്ലക്ഷൻ ഉണ്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് ഈ കറണ്ട് ഫ്ലോ ചെയ്യുന്ന കാരണം അതിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം ഉണ്ട്. ആ കാന്തിക മണ്ഡലം കാരണമാണ്, അല്ലെങ്കിൽ ആ മാഗ്നറ്റിക് ഫീൽഡ് കാരണം തന്നെയാണ് ഈ നീഡിൽ അനങ്ങുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോഴാണ് അദ്ദേഹത്തിന് കറണ്ടും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലൊരു കണക്ഷൻ ഉണ്ടെന്ന് മനസ്സിലായത്. അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. When electric current passes through a wire, every time a deflection occurs in a measuring needle. Whom among the following firstly observed this carefully? ആരാണ് ഇത് ആദ്യമായി ഒബ്സർവ് ചെയ്തത്, അല്ലെങ്കിൽ കാര്യമായി ഇതിനെക്കുറിച്ച് ആദ്യമായി പഠിച്ചത്, അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്നതിൽ ആദ്യമായി ഇതിനെക്കുറിച്ച് ആരാണ് പഠിച്ചത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലെ? കണ്ടോ, NTPCക്ക് ചോദിച്ച ചോദ്യമാണ്. എഗെയിൻ ഗ്രൂപ്പ് ഡിക്കും ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ആരാണ്, ആൻസ് ക്രിസ്റ്റ്യൻ എർസ്റ്റഡ് എന്ന് പറയുന്ന ഈ ഫിസിസ്റ്റ് ആണ് എന്ത് ചെയ്തത്, ആദ്യമായി ഇതിനെക്കുറിച്ച്, അല്ലെങ്കിൽ കറണ്ടും ഇലക്ട്രിസിറ്റിയും അല്ലെങ്കിൽ കറണ്ടും മാഗ്നറ്റിസവും തമ്മിലുള്ള കണക്ഷൻ ആദ്യമായി പഠിച്ചതും മനസ്സിലാക്കിയതും ആരാണ്, ആൻസ് ക്രിസ്റ്റ്യൻ എർസ്റ്റഡ് എന്ന് പറയുന്ന ഫിസിസ്റ്റ് ആണ്. ഓക്കെ, പോയിന്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നോക്കാം, വീണ്ടും NTPCക്ക് എന്നെ ചോദിച്ചൊരു ചോദ്യമാണ്. ദാറ്റ് ഇസ് നമ്മൾ നേരത്തെ കണ്ടതും. അടുത്തത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ദി കറക്റ്റ് കൺക്ലൂഷൻസ് ഫ്രം ദി എർസ്റ്റഡ് എക്സ്പെരിമെന്റ്? അപ്പോൾ എർസ്റ്റഡ്സിന്റെ എക്സ്പെരിമെന്റിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കറക്റ്റ് ആയിട്ടുള്ള കൺക്ലൂഷൻസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ അതിന്റെ ഒരു ഡീറ്റെയിൽഡ് 1-2 പോയിന്റ്സ് നോക്കിയതുള്ളൂ, അല്ലേ? മാഗ്നറ്റിക് കോമ്പസ് നീഡിൽ പ്ലേസ്ഡ് അലോങ് ദി സൈഡ് ഓഫ് എ കറന്റ് ക്യാരിങ് കണ്ടക്ടർ ഡിഫ്ലെക്സ്. കറക്റ്റ് ആണ്. ഒരു കറന്റ് ക്യാരിങ് കണ്ടക്ടറിൽ ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളതുകൊണ്ട് അതിന്റെ അടുത്തൊരു നീഡിൽ വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് ഡിഫ്ലക്ട് ചെയ്യും. ഇനി കറന്റ് ക്യാരിങ് കണ്ടക്ടർ വിൽ പ്രൊഡ്യൂസ് എ മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് ഇറ്റ്. തീർച്ചയായിട്ടും കറക്റ്റ് ആണ്. ദി ഡയറക്ഷൻ ഓഫ് ഡിഫ്ലക്ഷൻ ഓഫ് എ കോമ്പസ് നീഡിൽ പ്ലേസ്ഡ് അലോങ് ദി സൈഡ് ഓഫ് എ കറന്റ് ക്യാരിങ് കണ്ടക്ടർ ഡസ് നോട്ട് ചേഞ്ച് വിത്ത് റിവേഴ്സൽ ഇൻ ഡയറക്ഷൻ ഓഫ് കറന്റ്. ഇത് തെറ്റാണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. കാരണം എന്താ, ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു, അല്ല എന്തായിരുന്നു ഞാൻ പറഞ്ഞത്, ദാറ്റ് ഈസ് കറണ്ട് ഇങ്ങോട്ട് കടത്തി വിടുന്നു, തിരിച്ചാണ് പോകുന്നത്. നമ്മൾ തിരിച്ച് കറണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ല, താഴെ നിന്ന് മുകളിലോട്ട് പോകുമ്പോഴും മുകളിൽ നിന്ന് താഴോട്ട് പോകുമ്പോഴും ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ, മാറത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെ? ഡയറക്ഷൻ ഓഫ് ഡിഫ്ലക്ഷൻ ഓഫ് കോമ്പസ് നീഡിൽ പ്ലേസ്ഡ് അലോങ് ദി സൈഡ് ഓഫ് കറന്റ് ക്യാരിങ് കണ്ടക്ടർ ഡസ് നോട്ട് ചേഞ്ച് അല്ല, അത് തെറ്റാണ്, അല്ലെ? ചേഞ്ച് ചെയ്യും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നീഡിൽ മാറുന്ന ഡിഫ്ലക്ട് ചെയ്യുന്ന ഡയറക്ഷൻ മാറുന്നതാണ്. നീഡിൽ മാറുന്ന അല്ലെങ്കിൽ നീഡിൽ ചേഞ്ച് ചെയ്യുന്ന ഡിഫ്ലക്ഷൻ മാറും. കാരണം എന്താ, മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ കാന്തിക മണ്ഡലത്തിന്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ ഓറിയന്റേഷനും മാറുന്നുണ്ട്. എപ്പോ കറണ്ടിന്റെ ഡയറക്ഷൻ മാറ്റുമ്പോൾ. പോയിന്റ് ക്ലിയർ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പോയിന്റ് തെറ്റാണ്. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആൻസർ കണ്ടുപിടിച്ചാൽ ഏതൊക്കെയാണ് 1 and 2 മാത്രമേ കറക്റ്റ് ഉള്ളൂ. ഓൺലി ഓപ്ഷൻസ് 1 and 2 ആർ കറക്റ്റ്. പോയിന്റ് ക്ലിയർ ആണല്ലോ, ആ ഒരു ഓപ്ഷൻ ഓർത്തിരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ചെറിയൊരു പോയിന്റിൽ നിന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്, അല്ലേ? അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാലോ. ഇനി അടുത്തൊരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണ്, അപ്പം ഇതിനെ ഈ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ കാരണം അല്ലെങ്കിൽ ഒരു കണ്ടക്ടറിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യുന്നത് കാരണം
ഒരു ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നു. ഇതെങ്ങനെ നമുക്ക് പ്രാക്ടിക്കലി പല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താം? അല്ലെങ്കിൽ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, നമുക്ക് പെർമനന്റ് മാഗ്നറ്റ് ഉണ്ട്, ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് ഉണ്ട്. ഈ ആർട്ടിഫിഷ്യൽ മാഗ്നറ്റിൽ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോമ്പോസിറ്റ് മെറ്റീരിയൽസ് കൊണ്ടുള്ളതുകൊണ്ട് ഇലക്ട്രോ മാഗ്നറ്റ് ഉണ്ട്. അതിൽ തന്നെ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റ് എന്താണ്, അല്ലെങ്കിൽ ഈ കറണ്ട് ക്യാരിങ് അല്ലെങ്കിൽ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന് ചുറ്റും ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് പ്രായോഗികമായി ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇനി അടുത്ത പഠിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇലക്ട്രോ മാഗ്നറ്റ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് പഠിക്കാൻ പോകുന്നത്. എന്താണ് ഇലക്ട്രോമാഗ്നറ്റ്സ്? നോക്കുക, ഇലക്ട്രോമാഗ്നറ്റ്സ് കോൺസെപ്റ്റ് എന്താണ്? when an electric current flows through a conductor, for example a wire, it produces a magnetic field around it. നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ? അതാണ് കോൺസെപ്റ്റ്. ഈ ഇലക്ട്രോമാഗ്നറ്റിന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു കണ്ടക്ടറിൽ കൂടി അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് വയറിൽ കൂടി ഒരു കറണ്ട് കടത്തി വിട്ട് കഴിഞ്ഞാൽ അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. ഇനി by coiling the wire, the resulting magnetic field is strength. നമ്മൾ ഈ ഒരു കണ്ടക്ടർ മാത്രമാണ് ഞാൻ നേരത്തെ കാണിച്ചത്, അല്ല നമ്മൾ നേരത്തെ കാണിച്ച ഒരു വയർ മാത്രമാണ് കാണിച്ചത്. ഇനി ഈ വയറിന് ഞാനൊരു ഒന്ന് ചുറ്റി വയ്ക്കുകയാണെങ്കിൽ എന്ത് പറ്റും? അതിന് ചുറ്റും ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് കുറെ കൂടി കൂടുന്നുണ്ടാവും. അത് എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് വഴിയെ നോക്കാട്ടോ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, എന്താണ് നമ്മൾ ബൈ കോയിലിംഗ് ദി വയർ, ആ ഒരു വയറിനെ നമ്മൾ കോയിലാക്കി ചുറ്റി വയ്ക്കുകയാണെങ്കിൽ, കോയിലിംഗ് എന്താണ് ഇങ്ങനെ ചുറ്റി വയ്ക്കുക അല്ലെ, അങ്ങനെ ആക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ അതിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന, അതായത് ഒരു സിംഗിൾ വയറിൽ കൂടി ഒരു കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അതിന് ചുറ്റും ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡിനേക്കാൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് എപ്പോൾ ഉണ്ടാക്കാം? ആ ഇതേ വയറിനെ തന്നെ നമ്മളൊന്ന് കോയിലാക്കി ചുറ്റി വയ്ക്കുകയാണെങ്കിൽ, അതിൽ കൂടി കറണ്ട് കടത്തി വിടുകയാണെങ്കിൽ നമുക്ക് കുറെ കൂടി സ്ട്രോങ് ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കാം. ഓക്കെ, അത് തന്നെയാണ് എന്ത് ഈ ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയുന്ന ഈ ഇലക്ട്രോമാഗ്നറ്റ്സ് എന്ന് പറയുന്ന നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന മാഗ്നറ്റ്സിന്റെ പ്രത്യേകത. ഇലക്ട്രോമാഗ്നറ്റ് എന്ന് പറയുന്നത് എന്താണ്? ദീസ് ആർ ടെമ്പററി മാഗ്നറ്റ്സ്. നമ്മൾ പെർമനന്റ് മാഗ്നറ്റ് പറഞ്ഞു, ഇതിനെ തന്നെ നമുക്ക് വേറൊരു കാര്യം കൂടി പറയാം, ടെമ്പററി മാഗ്നറ്റ് എന്ന് പറയാം. ടെമ്പററി മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടെമ്പററി മാഗ്നറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? താൽക്കാലികമാണ്. എന്ത് താൽക്കാലികമാണ്? കാരണം കറണ്ട് കടത്തി വിട്ടാൽ മാത്രമേ അവന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ മാത്രമേ അതൊരു മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് ടെമ്പററി മാഗ്നറ്റ് എന്ന് പറയുന്നത്. ടെമ്പററി മാഗ്നറ്റ്. പോയിന്റ് ക്ലിയർ ആണോ? ഇനി നോക്കുക, അപ്പോൾ ഇവിടെ എന്താണ് കാണിച്ചിരിക്കുന്നത്? ഇവിടെ ഞാനൊരു വയർ എടുത്തു, ആ വയറിന് ഞാനൊരു ആണിയിൽ, അതായത് ഒരു അയൺ പീസിൽ ഞാൻ ചുറ്റി, എന്നിട്ട് അതിൽ കൂടി ഒരു കറണ്ട് കടത്തി വിട്ടു. അതാണ് ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഒരു കറണ്ട് കടത്തി വിട്ടു, ആ വയർ ഞാൻ ഒരു ആണിയിൽ ചുറ്റി വെച്ചു. അതിനെയാണ് കോയിൽഡ്, ആ ചുറ്റി വെച്ചിരിക്കുന്നതിനാണ് ഞാൻ കോയിൽഡ് വയർ എന്ന് പറയുന്നത്. എന്നിട്ട് ആ വയറിനെ ഞാൻ നെഗറ്റീവ് ടെർമിനൽ കൊടുത്തു. അപ്പോൾ ഇതിൽ കൂടി ഞാൻ എപ്പോഴാണോ ഇതിന്റെ സ്വിച്ച് ഓൺ ആക്കുന്നത് അപ്പോഴെല്ലാം എന്ത് ചെയ്യും? ഇതിൽ കൂടി ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. കറണ്ട് ഫ്ലോ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ കോയിൽഡ് വയറിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം ഉണ്ടാവും. ഇനി എപ്പോഴും ഒരു കാര്യം കൂടി ആലോചിക്കാം, നമ്മൾ വെറുതെ ഇപ്പം ഇത് ഒരു ആണിയിൽ അല്ലെങ്കിൽ ഒരു അയൺ പീസിൽ തന്നെ ചുറ്റി വെക്കണം എന്ന് ഒരു നിർബന്ധവുമില്ല. അയൺ പീസിൽ ചുറ്റി വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ്, ആ കാന്തിക മണ്ഡലം കുറെ കൂടി സ്ട്രോങ് ആവും. ഇത്രയേ ഉള്ളൂ. അതായത് നമ്മളിപ്പോൾ പറഞ്ഞ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഞാൻ എന്ത് ചെയ്തു? ആദ്യം വെറുതെ ഒരു കണ്ടക്ടർ എടുത്തു, വെറുതെ ഒരു കോപ്പർ വയർ എടുത്തു, അതിൽ കൂടി കറണ്ട് കടത്തി വിട്ടു. തീർച്ചയായിട്ടും എന്തുണ്ടാവും? അതിൽ കൂടി അല്ല അതിന് ചുറ്റും എന്തുണ്ടാവും? അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഓക്കെ, ഇതാ ഞാനിവിടെ കാണിച്ചു. ഇതിൽ കൂടി കറണ്ട് കടത്തി വിട്ടു, അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഇനി ഞാൻ എന്ത് ചെയ്തു? ഈ വയറിന് പകരം ഞാനൊരു വയറിനെടുത്ത് വെറുതെ ചുറ്റി വെച്ചു. ഒരിടത്തുമല്ല, വെറുതെ ഞാൻ അതിനെ കോയിൽ രൂപത്തിലാക്കി അതിൽ കൂടി കറണ്ട് കടത്തി വിട്ടു. ഇവിടെ ഉണ്ടായിരുന്നതിനേക്കാൾ, അതായത് വെറുതെ ഒരു കണ്ടക്ടറിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യുന്നതിനേക്കാൾ കുറെ കൂടി സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ ഒരു കാന്തിക മണ്ഡലം എന്തുണ്ടാവും? ഒരു കോയിൽ ചുറ്റിക്കഴിഞ്ഞാൽ അതിന് ചുറ്റും, അതിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും? അതിന് ചുറ്റും ഉണ്ടാവും. ഓക്കെ, അതാണ് രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം എന്താ? ഈ കോയിലിന്റെ അകത്തോട്ട് ഞാനൊരു അയൺ കോർ വെച്ചു. അയൺ കോർ ഞാൻ ഒരു ഇരുമ്പ് കഷ്ണം വെച്ചു എന്ന് വിചാരിക്കുക. ഒരു അയൺ, ഇവിടെ ഒരു ആണിയാണ് വെച്ചിരിക്കുന്നത് അല്ലെ, ഒരു അയൺ പീസ് കൊണ്ട് വെച്ചു എന്ന് വിചാരിക്കുക. അപ്പൊ എന്തുണ്ടാവും? നേരത്തെ 2 തവണ ഒരു സിംഗിൾ കണ്ടക്ടർ ആണെങ്കിലും അതല്ല, നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ഒരു കോയിൽ വെറുതെ ചുറ്റി വയ്ക്കുന്നതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറെ കൂടി സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് എപ്പോൾ ഉണ്ടാവും? ഒരു അയൺ കോർ വെക്കാൻ. അയൺ കോർ എന്താണ്? ഈ കോയിലിന്റെ നടുക്കോട്ട് അല്ലെങ്കിൽ അകത്തോട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു അയൺ പീസ് വെക്കുകയാണെങ്കിൽ, ഒരു ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ വെക്കുകയാണെങ്കിൽ, എന്താണ് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ എന്നൊക്കെ നമുക്ക് പിന്നെ നോക്കാം. ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ എന്താണ്? അയൺ ഉള്ള ഒരു മെറ്റീരിയൽ ആണെന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, തൽക്കാലത്തേക്ക് അങ്ങനെ വിചാരിച്ചു വയ്ക്കുക. അങ്ങനെ ഒരു മെറ്റീരിയൽ ഞാൻ ഇതിന്റെ കോറിന്റെ അകത്തോട്ട് കയറ്റി വെക്കുകയാണെങ്കിൽ അത് കാരണം ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ 2 കേസസിനേക്കാളും വലുതായിരിക്കും, അല്ലെങ്കിൽ സ്ട്രോങ്ങർ ആയിരിക്കും. ആ പോയിന്റ് ക്ലിയർ ആണോ? ഓക്കെ, ഇത്രയാണ് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളോട് ഈ ഇലക്ട്രോമാഗ്നറ്റിനെ കുറച്ചുകൂടി ഒന്ന് ഡിഫൈൻ ചെയ്താലോ? നോക്കാം. കൺസിഡർ എ വയർ റാപ്ഡ് അറൗണ്ട് ആൻ അയൺ കോർ. ഈ അയൺ കോറാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അയൺ കോർ ഞാൻ പേടിക്കാനൊന്നുമില്ല. എന്താണ്? ഒരു ഇരുമ്പ് കഷ്ണം അല്ലെങ്കിൽ ഒരു ആണി, ഒരു അയൺ പീസ് എന്ന് വിചാരിച്ചാൽ മതി.
കൺസിഡർ എ വയർ പറഞ്ഞാൽ ഒരു കോപ്പർ വയറോ എന്തെങ്കിലും ഒരു വയർ നമ്മൾ ഒരു കോപ്പർ വയർ സാധാരണ രീതിയിൽ നമ്മൾ ഒരു അയൺ കോറിന് ചുറ്റും എന്ത് ചെയ്താണ് ഒരു ഇൻസുലേറ്റഡ് കോപ്പർ വയർ നമ്മൾ സാധാരണ നമ്മൾ വീടിൻ്റെ വയറിങ്ങിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന വയറില്ലേ ആ വയർ തന്നെ ഞാൻ എന്ത് ചെയ്യും ഒരു അയൺ പീസിന് ചുറ്റും ചുറ്റി വെക്കുകയാണ് എന്ന് സങ്കല്പിക്കുക. അതാണ് കൺസിഡർ എ വയർ റാപ്ഡ് അറൗണ്ട് അയൺ കോർ. ഡൗട്ട് വരരുത്, ഇൻസുലേറ്റ് ചെയ്ത വയർ തന്നെയാണ് നമ്മൾ ചുറ്റി വെക്കുന്നത് കേട്ടോ. ഇനി അപ്പോൾ ദ സപ്ലൈ ഓഫ് ഇലക്ട്രിക് കറണ്ട്, അതായത് നമ്മൾ അതിൽ കൂടി ഈ വയറിൽ കൂടി കറണ്ട് കടത്തി വിട്ട് കഴിഞ്ഞാൽ എ മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ക്രിയേറ്റഡ് അറൌണ്ട് ദി അയൺ കോർ. അതിന് ചുറ്റും അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ അയൺ കോറിന് ചുറ്റും, അതായത് ഇതിന് ചുറ്റും എന്തുണ്ടാവും, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. ദ മാഗ്നറ്റിക് ഫീൽഡ് വാനിഷസ് വെൻ ദി ഇലക്ട്രിക് സപ്ലൈ ഇസ് കട്ട് ഓഫ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ഇലക്ട്രോമാഗ്നറ്റ് നമ്മൾ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഇലക്ട്രോമാഗ്നറ്റിന് അതിന് ചുറ്റും കാന്തിക മണ്ഡലം ഉണ്ടാവുന്നത് എപ്പോൾ മാത്രമേ ഉള്ളൂ, അതിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്താൽ മാത്രമേ ഉള്ളൂ. കറണ്ട് എപ്പോൾ ഓഫ് ആയി കഴിഞ്ഞോ അവൻ വീണ്ടും പഴയതുപോലെ അവന് ഒരു മാഗ്നറ്റിസവും കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇവൻ എന്തെന്ന് പറഞ്ഞത്, ടെമ്പററി മാഗ്നറ്റ് എന്ന് പറഞ്ഞത്. പോയിന്റ് ക്ലിയർ ആണോ? അതും കൂടെ വിളിക്കാം. സോ ഇലക്ട്രോ മാഗ്നറ്റിന്റെ വേറൊരു പേര് നമുക്ക് എന്ത് പറയാം, ടെമ്പററി മാഗ്നറ്റ്സ്. ബിക്കോസ് അതിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം ഉണ്ടാവുന്ന എപ്പോൾ മാത്രമേ ഉള്ളൂ, ഓൺലി വെൻ കറണ്ട് ഫ്ലോസ് ത്രൂ ഇറ്റ്. കറണ്ട് ഫ്ലോ ആണെങ്കിൽ മാത്രം, കറണ്ട് എപ്പോൾ ഓഫ് ചെയ്തു, ഇവിടെ അതാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്, സി ദ മാഗ്നറ്റിക് ഫീൽഡ് വാനിഷസ്. വാനിഷ് എന്താണ്, അത് ഇല്ലാതെ ആകും. ഏതാ മാഗ്നറ്റിക് ഫീൽഡ് കാന്തിക മണ്ഡലം ഇല്ലാതാകും എപ്പോ, വെൻ ദി ഇലക്ട്രിക് സപ്ലൈ ഇസ് കട്ട് ഓഫ്. അത് കട്ട് ഓഫ് ചെയ്യുമ്പോഴത്തേക്ക്, അതായത് ഇലക്ട്രിക് സപ്ലൈ നമ്മൾ നിർത്തി കഴിയുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ഇത് കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റും, കാന്തിക മണ്ഡലം ഉണ്ടാവില്ല, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ നമുക്കുണ്ട്. ഒന്ന്, നേരത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞു, കറണ്ട് കൂടുന്നതിനനുസരിച്ച് നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് കൂടും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് ഒരു കാര്യം കൂടെ പറയാം, ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ മാത്രമേ അതിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ അതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിന്റെ വാല്യൂ കൂട്ടിക്കഴിഞ്ഞാൽ അതിന് ചുറ്റും ഉണ്ടാവുന്ന കാന്തിക മണ്ഡലത്തിന്റെയോ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെയോ സ്ട്രെങ്ത് കുറെ കൂടി കൂട്ടാം. പോയിന്റ് ക്ലിയർ ആണോ? രണ്ടാമത്തെ ഒരു പോയിന്റാണ്. ഇനി നമുക്കിത് എന്താണ്, ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഓൺ ആക്കാം, ഓഫ് ആക്കാം, അതിനനുസരിച്ച് മാഗ്നറ്റ് ആവാം, മാഗ്നറ്റ് അല്ലാതിരിക്കാം അല്ലെ. അപ്പോൾ നമുക്ക് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ പോയിന്റ്സ് എന്താണ്, ഒന്ന് ഇതിന് ചുറ്റും ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് നമുക്ക് കറണ്ട് കൂടുന്നതനുസരിച്ചോ കുറയുന്നതിനനുസരിച്ചോ നമുക്ക് എന്ത് ചെയ്യാം, വേരി ചെയ്യിപ്പിക്കാം അല്ലെ. ഇറ്റ് ക്യാൻ ബി വേരീഡ് ആണ്. അത് മാത്രമല്ല കറണ്ട് സപ്ലൈ പോയി കഴിഞ്ഞാൽ എന്താണ്, അത് അതിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് വാനിഷ് ആവും. അതായത് അതൊരു ടെമ്പററി മാഗ്നറ്റ് ആണ്, അതും പറയാം. സി ദ മാഗ്നറ്റിക് ഫീൽഡ് എസ്റ്റാബ്ലിഷ് ക്യാൻ ബി കൺട്രോൾഡ് ബൈ ദ സപ്ലൈ ഓഫ് ഇലക്ട്രിസിറ്റി. അതായത് കറണ്ട് കൂടുകയാണെങ്കിൽ എന്ത് പറ്റും, ബിയും കൂടും. കറണ്ട് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റും, ബിയും കുറയും. അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇത് നമുക്ക് ആവശ്യാനുസരണം എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒരു പെർമനന്റ് മാഗ്നറ്റ് ആണെങ്കിൽ അത് പറ്റുമോ, ഒരിക്കലും പറ്റില്ല അല്ലെ. അത് അതിന്റെ പ്രോപ്പർട്ടിയാണ്. അതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ്, കാലക്രമേണ കുറയുന്നല്ലാതെ, അതായത് വർഷങ്ങൾ കഴിയുമ്പോൾ ഉപയോഗത്തിനനുസരിച്ച് കുറയുന്നല്ലാതെ നമുക്ക് അതിന്റെ വാല്യൂ കൂട്ടാനോ കുറയ്ക്കാനോ പറ്റില്ല. അപ്പൊ വാല്യൂ കൂട്ടാനോ കുറയ്ക്കാനോ എവിടെയെങ്കിലും നമുക്കൊരു മാഗ്നറ്റിക് ഫീൽഡ് വേണമെന്ന് വിചാരിക്കാം. ആ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് അതിന്റെ വാല്യൂ നമുക്ക് ഇഷ്ടാനുസരണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യണം. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇലക്ട്രിക് മോട്ടറുകളിൽ അല്ലെങ്കിൽ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഇലക്ട്രിക് ജനറേറ്ററുകളിലൊക്കെ നമുക്ക് പലതരത്തിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ആവശ്യമാണ്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പല പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ്, എല്ലാ ആപ്ലിക്കേഷൻസ് വെച്ച് ഞാൻ അവസാനം ഒരു ക്ലാസ് തരാം. അപ്പോൾ അതിൽ നമുക്ക് കുറേ കൂടി ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് പഠിക്കാം. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻസ് അനുസരിച്ച് നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യണമെങ്കിൽ അവിടെ ഇലക്ട്രോ മാഗ്നറ്റ്സ് ആണ് നമ്മുടെ സഹായിക്കാൻ വരുന്നത്. കാരണം അവിടെ കറണ്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ചുറ്റും ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. കുട്ടികളെ മനസ്സിലായോ? ഓക്കെ. See, electromagnets are used in making solenoids. എന്താണ് solenoids നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഹാർഡ് ഡിസ്ക്, റിലേസ്, മോട്ടേഴ്സ്, ലൗഡ് സ്പീക്കേഴ്സ്, MRI മെഷീൻസ്, ഇലക്ട്രിക് ജനറേറ്റേഴ്സ്, ഇലക്ട്രിക് ബെൽസ്, നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രിക് ബെൽ എല്ലാം എന്താണ്, ഈ ഇലക്ട്രോ മാഗ്നറ്റിന്റെ എക്സാമ്പിൾ ആണ്. പോയിന്റ് ക്ലിയർ ആണോ? അപ്പോൾ കാരണം എന്താ, നമ്മളവിടെ ഇപ്പോൾ ഇലക്ട്രിക് ബെൽ എടുത്ത് അവിടെ നമ്മൾ പ്രസ് ചെയ്യുമ്പോഴായിരിക്കും ഒരു സൗണ്ട് വരുന്നത് അല്ലേ. ആ പ്രസ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഇലക്ട്രോ മാഗ്നറ്റ് ആവുന്നതാണ്. അത് ഇത് നമ്മൾ ആ സ്വിച്ച് കൈ എടുക്കുമ്പോൾ എന്ത് പറ്റും, അവിടെ അതിൽ സപ്ലൈ ചെയ്യുന്ന കറണ്ട് നിൽക്കും. അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ടാവില്ല, അവിടെ ഒരു ഇലക്ട്രോ മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യില്ല. അത് നേരെ നമ്മൾ ആ സൗണ്ട് ഉണ്ടാക്കുന്ന ഇതിലേക്ക് എന്ത് ചെയ്യില്ല, സ്ട്രൈക്ക് ചെയ്യില്ല. അപ്പോൾ ആപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നില്ല, അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റ്സ് നമുക്ക് എന്താ പറയുക, ഒരു കാരണവശാലും നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ് എന്താ ഇലക്ട്രോ മാഗ്നറ്റ്സ് എന്ന് പറയുന്നത്. അത്യധികം ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇതിന് പകരം നമ്മൾ കാണുന്ന കാന്തം അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന മാഗ്നറ്റ്, ആ കറുത്ത കളറിലുള്ള മാഗ്നറ്റ് മാത്രമാണെങ്കിൽ അതെന്താണ്, അത് കാലക്രമേണ അല്ലെങ്കിൽ ഒന്ന് തറ വീണാലോ അല്ലെങ്കിൽ കാലക്രമേണ എന്ത് ചെയ്യും, അതിന്റെ മാഗ്നറ്റിക് ഫീൽഡ്സ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. പിന്നെ നമ്മൾ കുറേ നാൾ കഴിയുമ്പോൾ എടുത്ത് റീപ്ലേസ് ചെയ്യേണ്ടി വരും. മറ്റേത് എങ്ങനെയാണ്, ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കറണ്ട് കൊടുക്കുമ്പോൾ മാത്രം അത് മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് കറണ്ട് കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് പോകാം. അതായത് നമുക്ക് എത്ര നാൾ വേണോ അത് യൂസ് ചെയ്യാം. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഡേ ടു ഡേ ആപ്ലിക്കേഷൻസിൽ, ഇലക്ട്രിസിറ്റിയിൽ, ഇലക്ട്രിക് ജനറേറ്റേഴ്സിൽ, മോട്ടേഴ്സിൽ എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്, ഇലക്ട്രോ മാഗ്നറ്റിന്റെ കോൺസെപ്റ്റ് ആണ്, അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിസം ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്ന കോൺസെപ്റ്റ്. അപ്പോൾ അതുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്തിരിക്കുക, ഈ പറഞ്ഞ പോയിന്റ്സ് എല്ലാം എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. പോയിന്റ് ക്ലിയർ ആണല്ലോ? ഓക്കെ.
ഇനി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്താണ്? ഇതൊക്കെ ഈ പറഞ്ഞൊക്കെ തന്നെയാണ് അഡ്വാൻറ്റേജസ്. കാരണം എന്താ, നമുക്ക് ഈ പെർമനന്റ് മാഗ്നറ്റിനെ അപേക്ഷിച്ച് നമുക്ക് അതിന്റെ സ്ട്രെങ്ത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം, അല്ലെങ്കിൽ ആവശ്യമില്ലാത്തപ്പോൾ നമുക്ക് ഓഫ് ആക്കിയിടാം, അതിന്റെ ലൈഫ് കൂടുതലാണ് അല്ലെ. ഇതെല്ലാം ഈ പറയുന്ന ഇലക്ട്രോമാഗ്നറ്റ്സിന്റെ അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, പോയിന്റ് ക്ലിയർ ആണല്ലോ? നോക്കാം. Electromagnet is formed when എന്താണ്? Current is passed through a magnet അല്ല, current is passed through a coil wound around a soft and cone. ഇതാണ്. ഇനി current is passed through a coil എന്ന് പറയുമ്പോഴും നമുക്കൊരു ഇലക്ട്രോമാഗ്നറ്റ് ആവും. പക്ഷേ ഇവിടെ തന്നിരിക്കുന്ന magnet is placed near current carrying conductor അല്ല, current is passed through a coil wound around a glass rod. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇലക്ട്രോമാഗ്നറ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ ശരിയായ രീതിയിൽ പറയുമ്പോൾ നമുക്ക് എന്താണ്, ഒരു കോർ എടുത്തിട്ട്, ഒരു കോർ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു അയൺ പീസ് എടുത്തിട്ട് അതിന് ചുറ്റും നമ്മളൊരു വയർ ചുറ്റി അതിൽ കൂടി കറണ്ട് ഫ്ലോ കടത്തി വിടുമ്പോഴാണ് അതൊരു ഇലക്ട്രോമാഗ്നറ്റ് ആവുന്നത്. പക്ഷേ ഒരു ഇലക്ട്രോമാഗ്നറ്റ് എന്ന് പറയുന്നത് നമുക്ക് ജനറലൈസ് ചെയ്ത് പറയുമ്പോൾ ഏതൊരു കോയിൽഡ് വയറിനെയും നമുക്ക് എന്ത് ചെയ്യാം, അതിൽ കൂടി കറണ്ട് കടത്തി വിടുകയാണ് അതിനെ ഇലക്ട്രോമാഗ്നറ്റ് എന്ന് പറയാം. നമ്മളൊരു അയൺ പീസ് അല്ലെങ്കിൽ സോഫ്റ്റ് അയൺ കോർ അല്ലെങ്കിൽ ഒരു അയൺ പീസ് അകത്തേക്ക് ഇടുന്നത് കൊണ്ട് അതിന്റെ സ്ട്രെങ്ത് കൂടുന്നു എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അതുകൊണ്ട് തന്നെ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ, ഇത് ഓൾറെഡി ഗ്രൂപ്പ് ഡിക്ക് ചോദിച്ച ചോദ്യമാണ് കേട്ടോ, അതുകൊണ്ട് ഓപ്ഷൻ ഡി വേണമെങ്കിലും കറക്റ്റ് ആണെന്ന് നിങ്ങൾക്ക് തോന്നാം. ഡി ഒരു അർത്ഥത്തിൽ കറക്റ്റ് തന്നെയാണ്. പക്ഷേ ഇവിടെ ചോദിച്ചിരിക്കുന്ന നാല് ഓപ്ഷൻസിൽ ഏറ്റവും കറക്റ്റ് ഓപ്ഷൻസ് ചൂസ് ചെയ്യാനാണ് ഒരു കോമ്പറ്റേറ്റീവ് എക്സാം നമ്മളോട് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി തന്നെ എന്ത് ചെയ്യുക, ചൂസ് ചെയ്യുക. ഞാൻ പറഞ്ഞ പോയിന്റ് ക്ലിയർ ആയോ? അതായത് എനിക്ക് ഒരു വയർ എടുത്ത് ചുറ്റി, അത് ഏതിന്റെ, ഇതൊരു അയൺ പീസ് ആണ്, ഇതിന്റെ ചുറ്റും ഒരു വയർ എടുത്ത് ചുറ്റിയിട്ട് അതിൽ കൂടി ആ വയറിൽ കൂടി കറണ്ട് കടത്തി വിടുകയാണെങ്കിൽ അതൊരു ഇലക്ട്രോമാഗ്നറ്റ് ആണ്. ഇനി ഞാൻ ഈ അയൺ പീസ് എടുത്ത് മാറ്റി വെറുതെ ഒരു കോയിൽ എടുത്ത് വെച്ചിട്ട് അതിൽ കൂടി കറണ്ട് കടത്തി വിട്ടാൽ അതൊരു ഇലക്ട്രോമാഗ്നറ്റ് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഗ്ലാസ് റോഡിന്റെ അകത്താണ് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാലും, അല്ലെങ്കിൽ ഗ്ലാസ് റോഡിൽ ചുറ്റിയാണ് നമ്മൾ ഈ കോയിൽ വെച്ചിരിക്കുന്നത് പറഞ്ഞാലും അതൊരു ഇലക്ട്രോമാഗ്നറ്റ് ഒക്കെ തന്നെയാണ്. പക്ഷേ ഇവിടെ ചോദിച്ചിരിക്കുന്നതിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ, അല്ലെങ്കിൽ ഒരു ഇലക്ട്രോമാഗ്നറ്റിനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യണമെങ്കിൽ അത് എന്താണ്, അതിന് ഒരു അയൺ കോർ ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു ഫെറോ മാഗ്നറ്റിക് കോർ ഉണ്ടാവണം. അതായത് ഈ മാഗ്നറ്റിക് ഫീൽഡിനെ അതിലൂടെ കടത്തിവിടുന്ന സ്വഭാവമുള്ള ഒരു മെറ്റീരിയൽ എടുത്ത് അതിന് ചുറ്റും ഒരു വയർ ചുറ്റി അതിൽ കൂടി കറണ്ട് കടത്തി വിടുമ്പോൾ, ഏതിൽ കൂടി ആ വയറിൽ കൂടി കറണ്ട് കടത്തി വിടുമ്പോൾ ഉണ്ടാവുന്നതാണ് ഒരു ഇലക്ട്രോമാഗ്നറ്റ്. അതുകൊണ്ടാണ് ഇവിടുത്തെ ഓപ്ഷൻ ബി തന്നെ കറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്യണമെന്ന് ഞാൻ പറയാൻ കാരണം. പോയിന്റ് ക്ലിയർ ആണോ? അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യണം. കാരണം നമുക്കിവിടെ പെർമിയബിലിറ്റി, അതുപോലെ തന്നെ എന്താണ് ഫെറോമാഗ്നറ്റ് മെറ്റൽ, അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമ്മളുടെ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. എഗെയിൻ ഈ ആപ്ലിക്കേഷൻസ് എല്ലാം വെച്ച്, ഇതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെല്ലാം വെച്ച് നമുക്ക് അവസാനം ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ചെയ്യാം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ ആപ്ലിക്കേഷൻസ് വെച്ചിട്ട് തൽക്കാലം ഈ ചോദ്യത്തിന്റെ ഉത്തരം ഇത് നമ്മൾ പഠിച്ചത് വെച്ചിട്ട് ഇത് തന്നെ ഓർത്തിരിക്കുക. ഇത് തന്നെയാണ് എന്താണ്, ഒരു കോയിൽ, ഒരു കറണ്ട് ക്യാരിങ് കോയിലിന് ഒരു അയൺ പീസ്, ഒരു സോഫ്റ്റ് അയൺ പീസിനെ ചുറ്റിക്കഴിഞ്ഞാൽ അതിന് നമുക്കൊരു ഇലക്ട്രോമാഗ്നറ്റ് എന്ന് പറയാം. അതിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. എന്താണ്, കറണ്ട് കൂടുന്നതിനനുസരിച്ച് അതിന്റെ സ്ട്രെങ്ത് കൂടുന്നുണ്ടാവും. കറണ്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇലക്ട്രോമാഗ്നറ്റ്, അല്ലെങ്കിൽ അതിന്റെ മാഗ്നറ്റിസം നശിക്കും, അല്ലെങ്കിൽ അതൊരു മാഗ്നറ്റ് അല്ലാതെ ആവും, അല്ലെങ്കിൽ മാഗ്നറ്റിസം എന്ന് പറയുന്ന പ്രോപ്പർട്ടി അത് കാണിക്കാതെ ആവും. ഇതെല്ലാം ഇതിനും ആപ്ലിക്കബിൾ ആണ്. ആ പോയിന്റ് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. പോയിന്റ് ക്ലിയർ ആണല്ലോ? ഇനി നോക്കുക, ഇനി നമ്മൾ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ പഠിക്കാൻ പോകണം. എന്താണ്, അതായത് ഒരു കണ്ടക്ടർ, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ എടുത്തു, അതിൽ കൂടി ഒരു അല്ലെങ്കിൽ ഒരു കണ്ടക്ടർ എടുത്തു, ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടർ എടുത്തു, അതായത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു കണ്ടക്ടർ എടുത്തു, അതിൽ കൂടി കറണ്ട് കടത്തി വിടുകയാണെങ്കിൽ അതിന് ചുറ്റും ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്വഭാവം എന്താണ്, അത് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് നമ്മൾ പഠിക്കാൻ പോവാണ്. ഓക്കെ, നോക്കാം. മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ കറണ്ട് ത്രൂ എ സ്ട്രെയിറ്റ് കണ്ടക്ടർ. ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടർ എടുത്തു, അതിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യുകയാണ്. താഴെ നിന്ന് മുകളിലോട്ട് ഞാൻ ഐ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അതിന് ചുറ്റും ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിന് ചുറ്റും ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നതാണ് ഈ ബ്ലൂ ലൈനിൽ ഞാൻ വരച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, ഞാൻ എന്തിനാണ് ഇവിടെ ഇങ്ങനെ കറണ്ട് ക്യാരിങ് കണ്ടക്ടറിനെ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിരിക്കുന്ന പോലെ കാണിച്ചിരിക്കുന്നത്? വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 20-30 ചോദ്യങ്ങൾ, ഞാൻ വെറും ഒട്ടും അതിശോക്തിയല്ല, 20-30 ചോദ്യങ്ങൾ കഴിഞ്ഞ പല ഷിഫ്റ്റുകളിലായിട്ട് ഗ്രൂപ്പ് ഡിക്ക് മാത്രമായിട്ട് ചോദിച്ചിട്ടുണ്ട് ഈ ഏരിയയിൽ നിന്ന്. എന്താണ്, ഈ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന് ചുറ്റും ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കാം, അതിനു വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് റൈറ്റ് ഹാൻഡ് റൂൾ. ആ റൈറ്റ് ഹാൻഡ് റൂൾ തന്നെയാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഈ ബ്ലൂ ലൈനിൽ കാണിച്ചിരിക്കുന്നതിന്റെ കൂടെ ഞാൻ ഒരു എക്സ്ട്രാ കാര്യം, ചെറിയ കാര്യം കൂടെ കാണിച്ചിട്ടുണ്ട്. എന്താ, ഒരു ആരോ കാണിച്ചിട്ടുണ്ട്. എൻ്റെ അടുത്ത് ആര് പറഞ്ഞു ഈ ആരോ കാണിച്ചിരിക്കുന്ന ഡയറക്ഷനാണ് ഈ മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഡെൻസിറ്റി എന്ന്, എങ്ങനെ, അല്ലെങ്കിൽ ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് എങ്ങനെയാണ്, അത് നമുക്ക് കാണിച്ചു തരുന്നതാണ് എന്ത്, ഈ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്ന് പറയുന്ന ഒരു റൂൾ. അത് എന്തിനാണ്, ആ റൂൾ അനുസരിച്ചായിരിക്കും എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ആ റൂള് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന് ചുറ്റുമുണ്ടാവുന്ന കാന്തിക മണ്ഡലത്തിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയുടെ ഡയറക്ഷൻ എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പോയിന്റ് ക്ലിയർ ആണോ? നോക്കാം.
നോക്കാം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ പറയാൻ കണ്ടോ, ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഈ മാഗ്നറ്റിക് ഫീൽഡ് അത് എങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നറിയോ? അതായത് നമുക്കൊരു കണ്ടക്ടർ തന്നിട്ടുണ്ടെങ്കിൽ ആ കണ്ടക്ടറിനെ നമ്മുടെ എന്ത് ചെയ്യുക, റൈറ്റ് ഹാൻഡിൽ, അതായത് വലത്തേ കയ്യിൽ പിടിക്കുക. ഇതാണ് എൻ്റെ കണ്ടക്ടർ കേട്ടോ. ഈ കണ്ടക്ടറെ ഞാൻ വലത്തേ കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചു. വലത്തേ കൈ കൊണ്ട് പിടിക്കുമ്പോൾ ഞാൻ ഒരു കാര്യം ശ്രദ്ധിക്കണം, എൻ്റെ തമ്പെന്ന് പറയുന്നത് അല്ലെങ്കിൽ എൻ്റെ തള്ള വിരൽ എന്തായിരിക്കണം, ഈ പറയുന്ന പോലെ ഈ കണ്ടക്ടറിൽ എങ്ങോട്ടാണോ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്, എൻ്റെ തമ്പെന്ന് പറയുന്നത് ഈ കണ്ടക്ടറിൽ എങ്ങോട്ടാണോ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ആ ഡയറക്ഷനിലേക്ക് പോയിന്റ് ചെയ്യണം. ഇവിടെ കറണ്ട് എങ്ങോട്ടാണ്, മുകളിലോട്ടാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ കൈ അല്ലെങ്കിൽ എൻ്റെ ഈ തമ്പെന്ന് പറയുന്നത് മുകളിലോട്ട് പോയിന്റ് ചെയ്തിരിക്കും. അങ്ങനെയെങ്കിൽ ഞാൻ എൻ്റെ ഈ വിരലുകൾ കൊണ്ടല്ലേ ഇതിങ്ങനെ പിടിച്ചിരിക്കുന്നത്, ആ വിരലുകൾ ഏത് ഡയറക്ഷനിലാണ്, വിരലുകൾ എങ്ങനെയാണ് വന്നത്, ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് അല്ലേ, ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ വിരലുകളുടെ അതേ ഡയറക്ഷനിലായിരിക്കും ആര്, മാഗ്നറ്റിക് ഫീൽഡ്. അതാണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ വലത്തേ കയ്യിൽ തന്നെ ഈ കണ്ടക്ടർ പിടിക്കണം. വലത്തേ കയ്യിൽ കണ്ടക്ടർ പിടിച്ചു, എന്നിട്ട് നമ്മുടെ തമ്പ് എങ്ങോട്ടായിരിക്കണം, തമ്പെന്ന് പറയുന്നത് ഈ കണ്ടക്ടറിൽ കൂടി എങ്ങോട്ടാണോ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്, ഇവിടെ താഴെ നിന്ന് മുകളിലോട്ടാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ തമ്പ് ഇങ്ങനെ തന്നെ നിൽക്കും അല്ലേ. അപ്പോൾ എന്നിട്ട് ഞാൻ ഈ കൈ വിരലുകളോട് ഇങ്ങനെ പിടിക്കുമ്പോൾ ഈ വിരലുകൾ എങ്ങോട്ടാണോ ഇങ്ങനെ മടങ്ങിയിരിക്കുന്നത് ആ ഡയറക്ഷനിലായിരിക്കും എൻ്റെ മാഗ്നറ്റിക് ഫീൽഡ്. കണ്ടുപിടിച്ചേ, നോക്കിയേ, കണ്ടോ എൻ്റെ കൈക്ക് വരും ഈ വലിയ കൈ, കുറച്ചുകൂടി എന്താണ് ക്ലിയർ ആയിട്ടുള്ള കൈ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, കൈ ഇങ്ങനെ ചുറ്റി, ആ വിരലുകൾ ഇങ്ങനെ ചുറ്റിയിരിക്കുന്ന ഡയറക്ഷനിലല്ലേ മാഗ്നറ്റിക് ഫീൽഡ് കാണിച്ചിരിക്കുന്നത്, ഈ ഡയറക്ഷനിലായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ്. തമ്പ് കണ്ടോ മുകളിലോട്ടാണ്. ഇനി താഴോട്ടാണെങ്കിലോ നമ്മൾ എപ്പോഴും നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് വേണം എന്തിന്, ഈ റൈറ്റ് ഹാൻഡ് തമ്പ് റൂളിന് നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, യൂസ് ചെയ്യാനായിട്ട്. ഇവിടെ നോക്കിയേ, ഇവിടെയും മുകളിലോട്ടാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്, ഞാൻ ഇങ്ങനെ എടുത്തു. അതുകൊണ്ട് തന്നെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും, ഈ ഡയറക്ഷനിലായിരിക്കും ഫ്ലോ ഉണ്ടാവുക. പോയിന്റ് ക്ലിയർ ആണോ? അപ്പോൾ ഈ ഒരു പോയിന്റ് ഓർത്തിരിക്കുക. അപ്പോൾ ഇതിൽ നിന്നുള്ള ചോദ്യം ഡയറക്ട്ലി തന്നെ എന്താണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്നും, അല്ലെങ്കിൽ നമുക്കൊരു സ്ട്രെയിറ്റ് കണ്ടക്ടറിന്റെ ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന റൂൾ എന്താണെന്നൊക്കെ ചോദിക്കാം. പല തവണ ചോദിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഒട്ടനവധി തവണ ഈ ചോദ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്തിനു വേണ്ടിയാണെന്നും അതെങ്ങനെയാണെന്നും ഉള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കുക. പോയിന്റ് ക്ലിയർ ആണല്ലോ? നോക്കാം, ഞാനത് കാണിച്ചു തരാട്ടോ എന്താണെന്നുള്ളത്. നോക്കാം. മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ കറന്റ് ത്രൂ എ സ്ട്രെയിറ്റ് കണ്ടക്ടർ. എന്താണ് ഇവിടെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ? ദി ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അസോസിയേറ്റഡ് വിത്ത് എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ഇസ് ഗിവൺ ബൈ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. വെരി 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 ഇമ്പോർട്ടൻറ്റ്. നോക്കാം. ഇഫ് എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ഇസ് ഹെൽഡ് ബൈ ദ റൈറ്റ് ഹാൻഡ്, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ. കീപ്പിംഗ് ദ തമ്പ് സ്ട്രെയിറ്റ് ആൻഡ് ഓൾ ദി അതർ ഫിംഗേഴ്സ് ക്ലോസ്ഡ് സച്ച് ദാറ്റ് ദ തമ്പ് പോയിന്റ്സ് ടുവേർഡ്സ് ദ ഡയറക്ഷൻ ഓഫ് കറന്റ്. അതായത് ഡയറക്ഷൻ ഓഫ് കറണ്ടിന്റെ ഡയറക്ഷനിലാണ് എന്ത്, തമ്പ് പോയിന്റ് ചെയ്തിരിക്കുന്നത്. തമ്പ് പോയിന്റ് ചെയ്തിരിക്കുന്നത് ഡയറക്ഷൻ ഓഫ് കറണ്ടിന്റെ അതേ ഡയറക്ഷനിലാണ് എങ്കിൽ ദെൻ ദ കേൾഡ് ഫിംഗേഴ്സ്, അതായത് മടങ്ങിയിരിക്കുന്ന ഈ കൈകൾ എന്ന് പറയുന്നത് ഗീവ്സ് അസ് ദ ഡയറക്ഷൻ ഓഫ് ഫീൽഡ് ലൈൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. കണ്ടോ, ഇതാ കണ്ടോ, കറണ്ട് മുകളിലോട്ടാണെങ്കിൽ ഈ പറയുന്നത് ഇത്, കറണ്ട് താഴോട്ടാണെങ്കിൽ എങ്ങനെയായിരിക്കും, കറണ്ട് താഴോട്ടാണെങ്കിൽ ഈ ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ ഇങ്ങനെയായിരിക്കും എന്ത് ചെയ്യുക, കറണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ഇങ്ങനെ വെച്ചിരിക്കുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും എന്ത് ചെയ്യുക, കറണ്ട് താഴോട്ടാണ് പോകുന്നതെങ്കിൽ ഇങ്ങനെയായിരിക്കും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കറണ്ട് ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ മുകളിലോട്ടാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ ഈ പറയുന്ന എൻ്റെ ഈ വിരലുകൾ എങ്ങനെയാണോ ആ ഡയറക്ഷനിലായിരിക്കും എന്ത്, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക. ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് ഏത് റൂൾ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ഏത് റൂൾ വെച്ച് നമുക്കിത് കണ്ടുപിടിക്കാം, റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ വെച്ച് കണ്ടുപിടിക്കാം. ഇതൊരു റൂളാണ് നമുക്ക് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ഏതൊരു കണ്ടക്ടറിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് കാരണം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ എളുപ്പത്തിന് വേണ്ടി കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു റൂളാണ്. അത് അതുപോലെ തന്നെ പഠിച്ചു വെക്കുക. പോയിന്റ് ക്ലിയർ ആണോ? ഇത് ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻസ് വരുന്നത് എവിടെയാണെന്നറിയോ, ഇലക്ട്രിക്കൽ മെഷീൻസിലാണ്. അതായത് നമ്മുടെ മോട്ടേഴ്സ്, ജനറേറ്റേഴ്സ് ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയായിരിക്കും, അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ആഡ് ചെയ്യുന്നുണ്ടോ, സബ്ട്രാക്ട് ചെയ്യുന്നുണ്ടോ, സ്ട്രെങ്ത് കണ്ടുപിടിക്കാൻ, അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ. അതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ യൂസ് ചെയ്യുന്നത്. പോയിന്റ് ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പോൾ ഇത് മാത്രമല്ല, ഈ റൂൾ മാത്രമല്ല, നമുക്ക് എന്താണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ പഠിക്കാം, റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ വെച്ച് കണ്ടുപിടിക്കാം, റൈറ്റ് ഹാൻഡ് പാം റൂൾ വെച്ച് വേണമെങ്കിൽ കണ്ടുപിടിക്കാം, മാക്സ്വെൽസ് റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന് ചുറ്റും ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുക. അപ്പോൾ ഈ മൂന്ന് പേരുകളും കൂടി നിങ്ങൾ ഓർത്തിരിക്കുക. അഗൈൻ എക്സാംസിന്, നമ്മുടെ എക്സാംസിന് ഈ ബാക്കിയൊന്നും അങ്ങനെ ചോദിച്ചു കാണാറില്ല, പക്ഷേ ഈ പേരുകളൊന്നും ഓർത്ത് വെക്കുക. ഓക്കെ. അപ്പോൾ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ക്യാൻ ബി ഒബ്റ്റൈൻഡ് ബൈ യൂസിംഗ് ലോസ് ലൈക്ക് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ, റൈറ്റ് ഹാൻഡ് പാം റൂൾ, അല്ലെങ്കിൽ മാക്സ്വെൽസ് റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ. ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. റൈറ്റ് ഹാൻഡ് തമ്പ് റൂളാണ് ഞാൻ നേരത്തെ കാണിച്ചത് തന്നെയാണ്. താഴെ നിന്ന് മുകളിലോട്ട് കറണ്ട് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും, തിരിച്ചാണെങ്കിൽ എപ്പോഴും റൈറ്റ് ഹാൻഡ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, യൂസ് ചെയ്യേണ്ടത്. പോയിന്റ് ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അപ്പോൾ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഉണ്ട്, ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടർ ഉണ്ടെങ്കിൽ അതിന് ചുറ്റും ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നമുക്ക് ഇതിൽ നിന്ന് കിട്ടി. ഇനി അത് മാത്രമല്ല, അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ത്, അതിന്റെ സ്വഭാവം എന്ത് എന്നുള്ളതും കൂടെ അറിഞ്ഞിരിക്കണം. കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ആ പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്യുക. നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അതിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട്. എന്താണ് നമുക്ക് നോക്കാം.
മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ. ഞാൻ പറഞ്ഞു ഒരു സ്ട്രേറ്റ് കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ താഴെ നിന്ന് മുകളിലോട്ടാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് ചെയ്യാം, മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ വരയ്ക്കാം. ഈ പറയുന്ന കേൾഡ് ഫിംഗേഴ്സിന്റെ ഇതിൽ എനിക്കിത് വരയ്ക്കാം. ഓക്കെ, നോക്കുക. മാഗ്നറ്റിക് ഫീൽഡ് എൻസർക്കിൾസ് ദ കണ്ടക്ടർ. എൻസർക്കിൾസ് എന്താണ്, അതിന് ചുറ്റും, ആ കണ്ടക്ടറിന് ചുറ്റുമാണ് എന്തുണ്ടാവുന്നത്, ഈ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നത്. കണ്ടോ, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഇറ്റ് എൻസർക്കിൾസ് ദ കണ്ടക്ടർ. പോയിന്റ് നമ്പർ 1 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പോയിന്റ്സ് എല്ലാം ഓർത്തിരിക്കുക. ഇനി എന്തിനാണ് ഇത്രയും പോയിന്റ്സ് സാർ പറയുന്നതെന്ന് ചോദിക്കരുത്, കാരണം ഇതെല്ലാം ചോദിച്ചിട്ടുണ്ട്. ഇതെല്ലാം പലതവണ പല രീതിയിൽ ചോദിച്ചിട്ടുണ്ട്, സ്റ്റേറ്റ്മെന്റ് ടൈപ്പായിട്ട് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കേട്ടിരിക്കുക, മനസ്സിലാക്കുക. ഞാൻ ഒന്നും കാണാതെ പഠിക്കാൻ നിങ്ങളോട് പറയുന്നത്, അതല്ല നമ്മൾ പഠിക്കേണ്ട രീതി. നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. എന്തുകൊണ്ട് വന്നു എന്ന് ഞാൻ പറഞ്ഞു, അതെങ്ങനെ മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞു. ഈ റൈറ്റ് ഹാൻഡ് തമ്പ് റൂളിനനുസരിച്ചല്ല എന്ത് ചെയ്യുന്നത്, ഇതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നത്. എന്താണ്, ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു റൂളാണ്. റൂളിനനുസരിച്ചാണോ ഇതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നത്? അല്ല. റൂൾ എന്തിനു വേണ്ടിയിട്ടാണ്, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി, നമുക്ക് പഠിക്കാൻ വേണ്ടി. നമുക്ക് പല ആപ്ലിക്കേഷൻസിലും ഒരു കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അതിന് ചുറ്റും ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ് എന്ന് നമുക്ക് പഠിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഓരോ റൂൾസ് ഒക്കെ കണ്ടുപിടിച്ചിരിക്കുന്നത്, അല്ലേ? ഈ പ്രകൃതിയിൽ അല്ലെങ്കിൽ എർത്തിൽ ഇങ്ങനത്തെ മാഗ്നറ്റിക് ഫീൽഡ് മറ്റ് ഫിനോമിനൻസ് ഒക്കെ ഉണ്ടാവുന്ന ഈ പറയുന്ന നമ്മളുടെ റൂൾ അനുസരിച്ചാണോ? അല്ല. അതെല്ലാം പഠിക്കാൻ വേണ്ടി നമ്മൾ കണ്ടുപിടിക്കുന്ന ഓരോ മാർഗ്ഗങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന ഓരോ റൂള്, തിയറംസ്, ലോസ് ഒക്കെ എന്തിനാണ്, നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ, നമുക്ക് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? അപ്പൊ ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പല റൂൾസ് വെച്ച് ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാം. എല്ലാവരും സമ്മതിച്ചിട്ടുള്ള, അല്ലെങ്കിൽ എല്ലായിടത്തും അപ്രൂവ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റൂൾസ് ആണ് നമുക്ക് പഠിക്കേണ്ടത്. അത് തന്നെ എക്സാമിന് ചോദിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പൊ നോക്കാം. ദ മാഗ്നറ്റിക് ഫീൽഡ് എൻസർക്കിൾസ് ദ കണ്ടക്ടർ. എൻസർക്കിൾസ്, അതിന് ചുറ്റും എന്ത് ചെയ്യുന്നുണ്ടോ, അതിന് ചുറ്റുമായിരിക്കും എന്താ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക, കണ്ടക്ടറിന് ചുറ്റും. The magnetic field lines in a plane perpendicular to the conductor. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു, അല്ലേ? അപ്പോൾ കണ്ടോ, ഈ ഫീൽഡ് ദാറ്റ് ഈസ്, നോക്കാം ഒന്നും കൂടി ഞാനതൊന്ന് പറയാം. കണ്ടോ, ഇതൊരു പ്ലെയിനിലാണ് ഇത് കിടക്കുന്നത്, അല്ലേ? ഈ പ്ലെയിൻ എന്ന് പറയുന്നത് നോക്കിയേ, ഇങ്ങനൊരു പ്ലെയിനിലാണ്, അല്ലെ? ഇങ്ങനൊരു പ്ലെയിനിലാണ്. ആ പ്ലെയിൻ എന്ന് പറയുന്നത് എന്താണ്, കണ്ടക്ടർ ഇങ്ങോട്ടാണ്, പ്ലെയിൻ ഇങ്ങനെയാണ് കിടക്കുന്നത്. ഈ കണ്ടക്ടറും ഈ പറയുന്ന പ്ലെയിനും തമ്മിൽ എപ്പോഴും പെർപെൻഡിക്കുലർ ആണ്, അല്ലെ? 90 ഡിഗ്രി. പെർപെൻഡിക്കുലർ 90 ഡിഗ്രി ആണ്, അല്ലെ? അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞത്, ദാറ്റ് ഈസ് 90 ഡിഗ്രി. 90 ഡിഗ്രിയാണ്. പോയിന്റ് ക്ലിയർ ആണോ? അപ്പോൾ നോക്കുക, ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇൻ എ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു ദി കണ്ടക്ടർ. അപ്പോൾ എൻസർക്കിൾസ് എന്ന് പറഞ്ഞു, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇൻ എ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു ദി കണ്ടക്ടർ എന്ന് പറഞ്ഞു ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, ദ റിവേഴ്സൽ ഇൻ കറന്റ് ഫ്ലോ ഡയറക്ഷൻ റിവേഴ്സസ് ദ ഫീൽഡ്സ് ഡയറക്ഷൻ. വെരി ഇമ്പോർട്ടൻറ്റ്. കണ്ടോ, കറണ്ടിന്റെ ഡയറക്ഷൻ ഞാൻ താഴോട്ടാണ് എങ്കിൽ ഇത് മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാവും, മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ടാവും. എന്താ ഇങ്ങനെ നോക്കിയേ, ഇങ്ങനെ വരുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്നത് ഇങ്ങനെയാണ് വരുന്നത്, അല്ലേ? ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇങ്ങനെ വരും കറണ്ട്. അതാണ് ഞാൻ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്, കണ്ടോ? അപ്പോൾ റിവേഴ്സൽ കറന്റ് ഫ്ലോ ഡയറക്ഷൻ റിവേഴ്സസ് ദി ഫീൽഡ് ഡയറക്ഷൻ ചോദിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ പോയിന്റ്സ് ടു നോട്ട് എല്ലാം തന്നെ നമ്മുടെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒന്നിലധികം പോയിന്റ്സ് ഒരു ക്വസ്റ്റ്യൻ ആക്കി അതിൽ ഏതൊക്കെയാണ് കറക്റ്റ് ഏതൊക്കെയാണ് തെറ്റെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം പഠിച്ചല്ലേ പറ്റുള്ളൂ കുട്ടികളെ, പഠിക്കാം. ഇനി ദ സ്ട്രെങ്ത് ഓഫ് ദി ഫീൽഡ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് കറന്റ്. ബി ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് ഈ കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിന് ചുറ്റും ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ആ കറണ്ടിന്റെ, അതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിന്റെ മാഗ്നിറ്റ്യൂഡിനനുസരിച്ച് കൂടുകയും കുറയുകയും ചെയ്യും. മാഗ്നിറ്റ്യൂഡ് കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് ഫീൽഡ് എന്തായിരിക്കും, കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ഫീൽഡിന്റെ ഇന്റൻസിറ്റി കൂടുതലായിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദ സ്ട്രെങ്ത് ഓഫ് ദി ഫീൽഡ് അറ്റ് എനി പോയിന്റ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്റ്റൻസ് ഓഫ് ദി പോയിന്റ് ഫ്രം ദി വയർ. കണ്ടോ, ബി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/r, അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ 1/r, അല്ലെങ്കിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്റ്റൻസ് എന്ന് പറയാം. ഡിസ്റ്റൻസ് എന്ന് പറയാം. പോയിന്റ് ക്ലിയർ ആണോ? അപ്പോൾ ഞാൻ ഇവിടെ ഒരു പോയിന്റ് എടുത്ത് ഞാൻ പോയിന്റ് പി എടുത്തു, ക്യൂ എടുത്തു. എന്തായാലും ഈ വയറിൽ നിന്ന് പിയുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് കുറവാണ് കമ്പയർഡ് ടു ഇതുവരെയുള്ള ഡിസ്റ്റൻസ്, അല്ലേ? അതുകൊണ്ട് തന്നെ പിയിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി, അല്ലെങ്കിൽ ഫീൽഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലായിരിക്കും. ഡിസ്റ്റൻസ് കൂടുന്തോറും ഫീൽഡ് സ്ട്രെങ്ത് കുറയും. ഇനി ഞാൻ കുറെ കൂടി ദൂരമുള്ള ഒരു പോയിന്റ് എടുത്തു, ഇവിടെ ഒരു പോയിന്റ് എടുത്തു, പി ആർ എന്നൊരു പോയിന്റ് എടുത്തു എന്ന് വിചാരിക്കുക. ആറിലുള്ള വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, പിയെക്കാളും ക്യൂയെക്കാളും കുറവായിരിക്കും, അല്ലെ? മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്തിന്റെ വാല്യൂ കുറവായിരിക്കും. ആ ഒരു പോയിന്റും കൂടി എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ഇതെല്ലാം നമ്മുടെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്, ഓർത്തിരിക്കുക. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇത് വെച്ച് നമുക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറെ കൂടി ഒരു ഐഡിയ കിട്ടും. പോയിന്റ് ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ഇതിന് തന്നെ ഇതിനെ ബേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് രണ്ട് ഇതേ പോയിന്റ്സ് തന്നെ ഞാൻ വേറൊരു രീതിയിലും കൂടെ കാണിക്കാം. നോക്കുക, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിലുള്ള എല്ലാ പോയിന്റ്സും, അതായത് ഇത് ചോദിച്ചിരിക്കുന്ന ഓരോ പോയിന്റ്സും നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ സ്കോർ പോയിന്റ്, നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് സഹായിക്കുന്ന കുറേ അധികം പോയിന്റ്സ് ആണ് ഇതെല്ലാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നോക്കുക, ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ്, റിവേഴ്സൽ. ഇതിനെ ഈ ഒരു പോയിന്റിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. റിവേഴ്സൽ ഇൻ കറന്റ് ഫ്ലോ ഡയറക്ഷൻ റിവേഴ്സസ് ദി ഫീൽഡ് ഡയറക്ഷൻ. നോക്കുക,
the reversal in current flow direction reverses the field's direction. Again, important ആണ്. It's a score point ആണ്. ഈ ഒരു സ്ലൈഡ് അല്ലെങ്കിൽ ഈ ഒരു ഇത്രയും പോയിന്റ്സ് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പോയിന്റ്സ് ആണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്, ഓർത്ത് വെക്കുക. ഇനി ഒരു ചോദ്യം നോക്കട്ടെ. The direction of magnetic field due to a straight current carrying conductor can be determined using, കണ്ടോ, ഗ്രൂപ്പ് ഡിക്ക് റീസെൻ്റ് ആയിട്ട് ചോദിച്ചാൽ 3 വർഷമായിട്ടുള്ള ഈ ചോദ്യം ചോദിച്ചിട്ട്, 2 വർഷമായിട്ടുള്ള ഈ ചോദ്യം ചോദിച്ചിട്ട് എന്താണ് കാരണം നമ്മൾ ഇതിന് അങ്ങോട്ട് പഠിക്കുമ്പോൾ നമ്മൾ ഈ പേരുകളെല്ലാം പഠിക്കും, അപ്പോൾ ഒരു കൺഫ്യൂഷൻ വരാൻ പാടില്ല. ആൻസർ എന്താ? ഇറ്റ് ഈസ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. റൈറ്റ് ഹാൻഡ് കണ്ടോ, വേറൊരു റൈറ്റ് ഹാൻഡ് റൂൾ, ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂളൊക്കെ ഉണ്ട്. ഇവിടെ എന്താണ്? റൈറ്റ് ഹാൻഡ് തമ്പ് റൂളാണ് എന്ത്, നമ്മളെ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സ്ട്രേറ്റ് കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സ്ട്രേറ്റ് കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ സഹായിക്കുന്നത് റൈറ്റ് ഹാൻഡ് തമ്പ് റൂളാണ്. അതുപോലെ തന്നെ നമുക്ക് വേറെ എക്സ്ട്രാ 1-2 പോയിന്റ്സ് കൂടി ഞാൻ അഡീഷണൽ പോയിന്റ്സ് പറഞ്ഞു. എന്താണ്? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉണ്ട്, അതുപോലെ തന്നെ റൈറ്റ് ഹാൻഡ് പാം റൂൾ ഉണ്ട്, അല്ലെങ്കിൽ മാക്സ്വെൽസ് റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ ഉണ്ട്. ഇതെല്ലാം നമുക്ക് എന്താണ് ഈ പറയുന്ന ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിന് ചുറ്റും ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളെ സഹായിക്കുന്ന റൂൾസ് ആണ്. ഞാൻ പറഞ്ഞു, റൂൾസ് നമ്മുടെ സൗകര്യത്തിന് നമ്മളൊരു കാര്യം പഠിക്കാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നതാണ്, തിരിച്ചല്ല. ഓക്കെ, ആ ഒരു കാര്യം ഓർത്തിരിക്കാം. ഇനി അടുത്ത് നോക്കാം. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അറൗണ്ട് എ സ്ട്രേറ്റ് കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ വിൽ ഓൾവേസ് ബി. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അറൗണ്ട് എ സ്ട്രേറ്റ് കണ്ടക്ടർ ക്യാരിയിങ് കറന്റ് വിൽ ഓൾവേസ് ബി. എന്തായിരിക്കും? ഞാൻ പറഞ്ഞു ഇവിടെ നമ്മൾ ഈ ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ഉണ്ട്, അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നമ്മൾ പറഞ്ഞു. ഇതൊരു പ്ലെയിനിലാണ് ലൈ ചെയ്യുന്നത് പറഞ്ഞു. ആ പ്ലെയിനും അല്ലെങ്കിൽ ആ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ലൈ ചെയ്യുന്നതും ഈ കണ്ടക്ടറിന്റെ പ്ലെയിനും എന്ന് പറയുന്നത് എന്താണ്? അവർ 90 ഡിഗ്രി ആണെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. അതുകൊണ്ട് നമുക്ക് ഇവിടെ എന്ത് പറയാം? ആർ പാരലൽ ടു ദി ലെങ്ത് ഓഫ് കണ്ടക്ടർ. ആണോ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് പാരലൽ ആണെങ്കിൽ എങ്ങനെ വരണം? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് ഇങ്ങനെ വരണം. അങ്ങനെയാണോ? അല്ല, അതായത് ഇതല്ല. ഇനി പെർപെൻഡിക്കുലർ ടു ഡയറക്ഷൻ ഓഫ് കറന്റ് അല്ലേ? ഈ ഡയറക്ഷൻ ഓഫ് കറന്റ് ഇതാണ്, അല്ലെങ്കിൽ ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ ഇങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്, അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് തന്നെ അല്ലേ 90 ഡിഗ്രി അല്ലേ? അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. പോയിന്റ് ക്ലിയർ ആണോ? ഇനി ഈ ബാക്കിയുള്ള പോയിന്റ്സ് എല്ലാം ഒരിക്കൽ നമുക്ക് ആൻസർ ആണെങ്കിൽ അതിലേക്ക് മാത്രം പോവാ, ടിക്ക് ഇടുക അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്യുക, അതിലേക്ക് പോവാം. ഓക്കെ, ഓൾറെഡി ഗ്രൂപ്പ് ഡിക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കോൺസെപ്റ്റ് മനസ്സിലാക്കാതെ വെറുതെ ഇതിന്റെ ആൻസർ ഇതാണ്, ഇതിന്റെ ആൻസർ ഇതാണെന്ന് പഠിച്ചിട്ട് പോകരുത്, തെറ്റിപ്പോവും. അങ്ങനെയല്ല നമ്മൾ പഠിക്കേണ്ടത്. നമ്മൾ ആദ്യം പഠിക്കുമ്പോൾ ഇത്തിരി എഫേർട്ടൊക്കെ ഇട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയൊക്കെ ഒന്ന് പഠിച്ചേ, അത് പിന്നെ ഒന്ന് റിവൈസ് ചെയ്താൽ മതി. വേറെ ഒന്നും കാണാതെ പഠിക്കേണ്ട. നിങ്ങൾ 10 തവണ കാണാപ്പാഠം പഠിക്കുന്നതിന് പകരം 1-2 തവണ ഒന്ന് റിവൈസ് ചെയ്ത് പോയി മതി. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൽ നിന്ന് വരുന്ന ഏത് ചോദ്യം വേണോ ആൻസർ ചെയ്യാൻ പറ്റും. കാരണം എന്താ? നമ്മൾ കാര്യം മനസ്സിലാക്കി, കോൺസെപ്റ്റ് മനസ്സിലാക്കിയാണ് പഠിച്ചേക്കുന്നത്. ഓക്കെ, ആ ഒരു പോയിന്റ് നിങ്ങൾ മനസ്സിലുണ്ടാവണം കേട്ടോ. ഇനി അടുത്ത് നോക്കാം. അക്കോർഡിംഗ് ടു ദി റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ, കണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞു ഓരോ തമ്പ് റൂൾ, നമ്മുടെ ഈ തമ്പ് റൂൾ എന്ന് പറയുമ്പോൾ ഈ തമ്പ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. കണ്ടോ, ചോദിച്ചിട്ടുണ്ട്, ഗ്രൂപ്പ് ഡിക്ക് ചോദിച്ചിട്ടുണ്ട്, അധികം ആയിട്ടില്ല. അക്കോർഡിംഗ് ടു ദി റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഡാഷ് റെപ്രസെന്റ്സ് ഡയറക്ഷൻ ഓഫ് കറന്റ്. എന്താണ്? ദ തമ്പ് റെപ്രസെന്റ്സ് എന്താണ്? ദി ഡയറക്ഷൻ ഓഫ് കറന്റ്. ചോദിച്ച ചോദ്യമാണ്, ആൻസർ ഡി ആണ്. ഇനി അടുത്ത് നോക്കാം. മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ആ കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ്സ് എല്ലാം നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ഞാൻ പറഞ്ഞു, റിവേഴ്സൽ ഇൻ കറന്റ് ഫ്ലോ ഡയറക്ഷൻ റിവേഴ്സസ് ദി ഫീൽഡ് ഡയറക്ഷൻ. അതെല്ലാം ഞാൻ പറഞ്ഞാണ്. ഇതിനെ ബേസ് ചെയ്തൊരു ചോദ്യം നോക്കിയാലോ. നോക്കിയേ, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ എന്താണ്? ഇവിടെ ഞാൻ ഇത്രയും പ്രോപ്പർട്ടീസ് പറഞ്ഞു, ഇതിനെ ആസ്പദമാക്കി ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്. നോക്കിയേ, ഇറ്റ് ഇൻക്രീസസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ബി ഇൻക്രീസ് ചെയ്യുന്നത് എപ്പോഴാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എപ്പോഴൊക്കെയാണ്? ഇതിൽ തന്നിട്ടുള്ള ഓപ്ഷൻസിൽ ഐ കൂടുമ്പോൾ, കറണ്ട് കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? മാഗ്നറ്റിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്യും. ബി ഓൾസോ ഇൻക്രീസസ്. വെരി ഇമ്പോർട്ടൻറ്റ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. കണ്ടോ, ഇവിടെ എന്താണ്? ദ സ്ട്രെങ്ത് ഓഫ് ദി ഫീൽഡ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഈ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്താ? ഇവിടെ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് കറണ്ട് കൂടുകയാണെങ്കിൽ അതിനനുസരിച്ച് ബിയും കൂടും. ഇനി നമ്മൾ വേറൊരു കാര്യം കൂടെ പറഞ്ഞു, ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/r എന്ന് പറഞ്ഞു. അതായത് ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് ഒരു കണ്ടക്ടർ എടുത്തു എന്നിട്ട് ഒരു പോയിന്റ് പി എടുത്തു. ആ പോയിന്റ് പി എന്ന് പറയുന്നതും ഇതുമായിട്ടുള്ള ഡിസ്റ്റൻസ് r ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ r ആണെന്ന് വിചാരിക്കുക. Q എന്ന് പറയുന്നത് ഇതാണെന്ന് വിചാരിക്കുക. ഓക്കെ, അതായത് ഇത് R2 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെയെങ്കിൽ ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂടുകയോ കുറയോ? ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/r ആണ്. നിങ്ങൾ എന്നാന്ന് ശ്രദ്ധിച്ചേ, ഇത് കൂടുന്നതിനനുസരിച്ച് ഡിനോമിനേറ്റർ കൂടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? ഇത് കുറയും. അതായത് ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച്, അതായത് B1 ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/r എന്ന് ഞാൻ എടുത്തു, B2 ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/r2 എന്ന് എടുത്തു. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. അതായത് ഇവിടെ ഉള്ള ഫീൽഡ് സ്ട്രെങ്തിനെ ഞാൻ B1 എന്ന് പറഞ്ഞു, ഇവിടെ B2 എന്ന് പറഞ്ഞു. ഇനി ശ്രദ്ധിക്കുക, ഇവിടെ R2 എന്ന് പറയുന്നത് നമുക്കറിയാം, R2 ഹിയർ ഇസ് ഗ്രേറ്റർ ദാൻ R1. അതുകൊണ്ട് തന്നെ ഇത് ഹയർ ആണ്.
അതുകൊണ്ട് തന്നെ ഇത് എന്തായിരിക്കും? കുറവായിരിക്കും. ഇതെന്ന് പറയുന്നത് എന്താണ്? ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചെറുതാണ്. അതുകൊണ്ട് തന്നെ ഇത് ഇതിനേക്കാൾ കൂടുതലായിരിക്കും. അതായത് വെൻ ഡിസ്റ്റൻസ് ഫ്രം ദി കണ്ടക്ടർ ഇൻക്രീസസ് ഫ്ലക്സ് ഡെൻസിറ്റി അല്ലെങ്കിൽ ഫീൽഡ് സ്ട്രെങ്ത് ഡിക്രീസസ്. അതാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയാൻ കാരണം. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ഒന്ന് കൂടുമ്പോൾ മറ്റവൻ കുറയും, അല്ലെങ്കിൽ ഒന്ന് കൂടുമ്പോൾ മറ്റത് കുറഞ്ഞേ പറ്റുള്ളൂ. മനസ്സിലായോ? ഇനി ഇവിടെ ഡിസ്റ്റൻസ് കുറയും തോറും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നമ്മൾ വേറൊരു പോയിന്റ് എടുക്കുകയാണ്, R എന്നൊരു പോയിന്റ് എടുക്കുകയാണ്. ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് R0 ആണ്. ഈ R0 ഇതിനെക്കാട്ടിയൊക്കെ ചെറുതാണ്. അതുകൊണ്ട് തന്നെ ഈ R എന്ന് പറയുന്ന പോയിന്റിലുള്ള ഫീൽഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് പിയിലുള്ളതിനും Q ഉള്ളതിനേക്കാളും കൂടുതൽ തന്നെയായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ബിയും ഐയും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഐ കൂടുന്നതിനനുസരിച്ച് ബി കൂടിയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഐ കുറയുന്നതിനനുസരിച്ച് ബിയും കുറയും. മനസ്സിലായോ? അതിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. എന്താണോ ഒരു ക്വാണ്ടിറ്റിക്ക് സംഭവിക്കുന്നത് അതേ സ്വഭാവം തന്നെയായിരിക്കും മറ്റേ ക്വാണ്ടിറ്റിക്കും ഉണ്ടാവുക. ഒന്ന് കൂടുമ്പോൾ മറ്റതും കൂടും. അതാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വെറുതെ പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ എന്തിനാണ്? അത് തന്നെയാണ്. ഇനി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ പറഞ്ഞാൽ ഒന്ന് കൂടുമ്പോൾ മറ്റവൻ കുറയുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒന്ന് കുറയുമ്പോൾ മറ്റവൻ കൂടുന്നുണ്ടാവും. പോയിന്റ് ക്ലിയർ ആണല്ലോ? ഓക്കെ, നോക്കാം. അപ്പോൾ ഈ പോയിന്റ്സ് എല്ലാം ഞാൻ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. നോക്കാം. The strength of the field is directly proportional to the magnitude of current, that is B is directly proportional to I. Directly proportional. I കൂടുമ്പോൾ P യും കൂടും. The strength of the field at any point is inversely proportional to the distance of the point from the wire. R കൂടുമ്പോൾ ഇത് കുറയുന്നു. പോയിന്റ് ക്ലിയർ ആണല്ലോ? അപ്പോൾ ആ ചോദ്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ആൻസർ ചെയ്തിരിക്കണം. അതും സെക്കൻഡ്സ് കൊണ്ട് തന്നെ ആൻസർ ചെയ്യണം. അതുകൊണ്ട് കാണാതെ പഠിച്ചിട്ട് പോയത്, കാര്യം മനസ്സിലാക്കിയിട്ട് പോവാം. അടുത്തൊരു ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ ട്രൂ ഫോർ എ കറന്റ് ക്യാരിയിങ് സ്ട്രേറ്റ് കണ്ടക്ടർ? ഒരു കറന്റ് ക്യാരി ചെയ്യുന്ന സ്ട്രേറ്റ് കണ്ടക്ടറിനെ സംബന്ധിച്ചോളം ഏതൊക്കെ കാര്യങ്ങളാണ് ഈ തന്നിട്ടുള്ളത്, ഏതൊക്കെ കാര്യങ്ങളാണ് കറക്റ്റ് എന്നാണ് ചോദിക്കുന്നത്. ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആർ കോൺസെൻട്രിക് സർക്കിൾസ് വിത്ത് ദി കണ്ടക്ടർ അറ്റ് ദി സെന്റർ. കറക്റ്റ് ആണല്ലോ? കാരണം എന്താ ഈ ഫിഗർ ഒന്നും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവില്ല കേട്ടോ. ഇത് നമ്മുടെ മനസ്സിലുണ്ടാവണം. നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ ഫിഗർ വെച്ചിരിക്കുന്നത്. എന്താണ്? അപ്പോൾ ഇത് കോൺസെൻട്രിക് സർക്കിൾസ് ആണ്. തീർച്ചയായിട്ടും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആർ കോൺസെൻട്രിക് സർക്കിൾസ് വിത്ത് കണ്ടക്ടർ അറ്റ് ദി സെന്റർ ആണ്. ഇനി ദി സ്ട്രെങ്ത് ഓഫ് ദി ഫീൽഡ് ഇൻക്രീസസ് ആസ് വി മൂവ് അവേ ഫ്രം ദി കണ്ടക്ടർ. കണ്ടോ, നമ്മളെ തെറ്റിക്കാൻ വേണ്ടി ഒരു പോയിന്റ് തന്നിരിക്കുക. എന്താണ്? ആണോ? ദി ഫീൽഡ് സ്ട്രെങ്ത് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/r എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R. ഞാനിവിടെ പറഞ്ഞ എന്താ? മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/r, അല്ലെങ്കിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/r എന്ന് പറയുന്നതും സെയിം തന്നെയാണ്. എന്ത്? ബി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R എന്ന് പറയുന്നത്. പോയിന്റ് ക്ലിയർ ആണല്ലോ അല്ലേ? ഇനി അങ്ങനെയെങ്കിൽ എന്താണ്? ദ സ്ട്രെങ്ത് ഓഫ് ദി മാഗ്നറ്റിക് ഫീൽഡ് ഇൻക്രീസസ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? ഇവിടെ ഞാൻ ഈ പറയുന്നത് നിങ്ങൾ എഴുതരുത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ തെറ്റിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു തെറ്റായിട്ടുള്ള പോയിന്റ് തന്നിരിക്കുന്നത്. അതായത് ബി ഇൻക്രീസസ് ആസ് വി മൂവ് അവേ ഫ്രം ദ കണ്ടക്ടർ. അതായത് കണ്ടക്ടറിൽ നിന്ന് ദൂരോട്ട് പോകും തോറും ബി കൂടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇത് കൂടുന്നതിനനുസരിച്ച് ബി കൂടും അല്ല, ഇൻഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതുകൊണ്ട് തന്നെ R കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്തേ പറ്റുള്ളൂ? ബി കുറഞ്ഞേ പറ്റുകയുള്ളൂ അല്ലേ? അതുകൊണ്ട് തന്നെ ഇവൻ തെറ്റാണ്. അപ്പോൾ ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? ട്രൂ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ട്രൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ 2 തെറ്റാണ്. അപ്പൊ 2 എവിടെയൊക്കെ വന്നിട്ടുണ്ടോ അവർ രണ്ടുപേരെ എടുത്ത് കളയുക. പിന്നെ എന്താണ്? മൂന്നാമത്തെ പോയിന്റ് കൂടെ നോക്കണം. ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ക്യാൻ ബി ഡിറ്റർമിൻ യൂസിംഗ് ദ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. കറക്റ്റ് ആണ്. നമ്മൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ വെച്ചിട്ട് ഇതെല്ലാം കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇത് കറക്റ്റ് ആണ്. അപ്പോൾ ബോത്ത് 1 and 3 ആർ കറക്റ്റ്. പോയിന്റ് ക്ലിയർ ആണോ? ഗ്രൂപ്പ് ഡിക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ ആ കോൺസെപ്റ്റ് ഒരൊറ്റ സ്ലൈഡ് ഞാൻ ആ സ്കോർ പോയിന്റ് എന്ന് പറഞ്ഞ ആ ഒരു സ്ലൈഡ് ഞാൻ പറഞ്ഞു. അതിൽ നിന്ന് എത്ര ചോദ്യങ്ങളാണ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്നത് കണ്ടോ? അപ്പോൾ പഠിച്ചിട്ട് പോകണ്ടേ, കാര്യം മനസ്സിലാക്കി പഠിച്ചിട്ട് പോകണ്ടേ വേണം. അപ്പോൾ ആ ഒരു കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം നോക്കിയേ. സി ദ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ അടുത്തൊരു ചോദ്യമാണ്. ഇതിനെ ബേസ് ചെയ്തുള്ള സെയിം ചോദ്യമാണ്. ഇത് ഞാൻ ചെയ്യണോ? നോക്കാം. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് എ കറന്റ് ക്യാരിയിങ് സ്ട്രേറ്റ് കണ്ടക്ടർ. ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ ഡിസ്റ്റൻസ് R ഫ്രം ദി വയർ ഈസ് ഇൻ ദ ഫോം ഓഫ് കോൺസെൻട്രിക് സർക്കിൾസ്. ആണ്, കറക്റ്റ് ആണ്. ദ റേഡിയസ് ഓഫ് കോൺസെൻട്രിക് സർക്കിൾ ഇൻക്രീസസ് ആസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദി കണ്ടക്ടർ ഇൻക്രീസസ്. ആണ്, കാരണം ഇതിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല അതിന്റെ ചുറ്റുമുള്ള കോൺസെൻട്രിക് സർക്കിൾസിന്റെ റേഡിയസ് എന്ന് പറയുന്നത് അതിൽ നിന്ന് ദൂരം ആവും തോറും ദൂരം കൂടുന്തോറും എന്ത് ചെയ്യുന്നുണ്ടാവും? കൂടുന്നുണ്ടാവും. അഗൈൻ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ correct? Both A and B are correct. The radius of concentric circle increases. Radius ഇവിടെയുള്ള റേഡിയസ് ആണോ? ഇവിടെയുള്ള റേഡിയസ് അല്ല, കൂടുന്നുണ്ട്. അത് വീണ്ടും ഇവിടോട്ട് കൂടുന്നുണ്ട് അല്ലേ? കൂടുന്നുണ്ട്. അപ്പോൾ both A and B are correct. പോയിന്റ് ക്ലിയർ ആണല്ലോ? അടുത്ത് ശ്രദ്ധിക്കുക. ഇനി അടുത്തൊരു ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നോക്കുക എന്താണ്? Again, Group D ചോദിച്ച ചോദ്യമാണ്. The magnitude of magnetic field at a point at a distance R from a straight conductor, current carrying conductor. നോക്കുക, ഇതാണ് ഒരു കണ്ടക്ടർ എന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു പോയിന്റ് P എടുത്തു. അതെന്ന് പറയുന്നത് ഇതിൽ നിന്ന് R ഡിസ്റ്റൻസ് മാറിയാണ്. ഓക്കെ, ഒരു കാര്യം നമുക്കറിയാം. ഇതിൽ കൂടി ആദ്യം ഞാൻ കടത്തിവിടുന്ന കറണ്ട് I ആണ്. രണ്ടാമത് ഞാൻ കടത്തിവിടുന്ന കറണ്ട് എന്ന് പറയുന്നത് 2I എന്ന് പറയുന്ന കറണ്ടാണ്.
കുറേ കൂടി വലിയൊരു കറണ്ടാണ്. അതായത് ഇതിൻ്റെ ഡബിൾ കറണ്ട് കടത്തി വിടുന്നുണ്ട്. മൂന്നാമത് ഞാൻ അതിൽ കൂടി കടത്തി വിടുന്നത് 3i എന്ന് പറയുന്ന കറണ്ടാണ്, കുറേ കൂടി വലിയ കറണ്ടാണ്. ഓക്കെ, ചോദിച്ചിരിക്കുന്ന ചോദ്യം 1 by 1 ഇത് ഓരോന്നായിട്ട് കടത്തി വിടാണ്. ആദ്യം ഇത് നിങ്ങൾ എടുക്കണ്ട, ഇത് മാത്രം എടുക്കുക. ആദ്യം ഇത് ഇങ്ങനെ പോയി, അത് കാരണം ഇവിടെ ഒരു എന്തുണ്ടായി, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായി. അതിനെ ഞാൻ B1 എന്ന് പറഞ്ഞു. സോറി, നമുക്ക് കറണ്ട് അങ്ങനെ തന്നെ വയ്ക്കാം. ആദ്യം ഈ I എന്ന് പറയുന്ന കറണ്ട് കാരണം ഉണ്ടാവുന്ന ഫീൽഡ് സ്ട്രെങ്ത് ഈ പോയിന്റ് Pയിൽ അതിന് ഞാൻ B1 എന്ന് പറഞ്ഞു. 2i കാരണം ഫ്ലോ ചെയ്യുന്ന 2i ഇതിൽ കൂടെ ഫ്ലോ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഫീൽഡ് സ്ട്രെങ്തിന് ഞാൻ B2 എന്ന് പറഞ്ഞു. ഇനി 3i എന്ന് പറയുന്ന കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടാവുന്ന ഫീൽഡ് സ്ട്രെങ്തിന് ഞാൻ B3 എന്ന് പറഞ്ഞു. ചോദിച്ചിരിക്കുന്നത് വിച്ച് ഓഫ് ദി ഫോളോയിങ് റിലേഷൻസ് ഈസ് കറക്റ്റ്. ഒരു കാര്യം എന്ന് പറയാം, സെയിം പോയിന്റിലെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. സെയിം പോയിന്റ് P എന്ന് പറയുന്ന പോയിന്റിലുള്ള എന്താണ് ചോദിച്ചിരിക്കുന്നത്, ഫീൽഡ് സ്ട്രെങ്തിൻ്റെ കാര്യമാണ്. P എന്ന് പറയുന്ന പോയിന്റിലുള്ള ഫീൽഡ് സ്ട്രെങ്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഒരു കാര്യം അറിയാം, എന്താണ്, B is directly proportional to current. അതായത് കറണ്ട് കൂടുന്നതിനനുസരിച്ച് B കൂടും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ കറണ്ട് കൂടുന്നതിനനുസരിച്ച് എന്താവും, ഇവിടെ I മാത്രമേ ഫ്ലോ ചെയ്യുന്നുള്ളൂ. അത് കാരണം ഇവിടെ ഉണ്ടാവുന്നത് B1 ആണ്. ഇവിടെ നേരത്തെ ഫ്ലോ ചെയ്യുന്ന ഡബിൾ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. അത് കാരണം ഇവിടെ ഉണ്ടാവുന്നത് B2 ആണ്. അപ്പം തന്നെ നമുക്കൊരു കാര്യം ഉറപ്പിക്കാം, B2 എന്ന് പറയുന്നത് എന്തായാലും B1-നേക്കാൾ വലുതാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. ഇനി അത് കഴിഞ്ഞിട്ടില്ല, അതിനേക്കാൾ വലിയ വരികയാണ് 3i, മൂന്നാമത്തെ ഒരു 3 times കറണ്ട് വരികയാണ് അല്ലേ. 3 times കറണ്ട് വരുന്നുണ്ട് അല്ലേ, കുറെ കൂടി സ്ട്രോങ്ങർ ആയിട്ടുള്ള കറണ്ട് വരികയാണ്. അപ്പോൾ എന്ത് പറ്റും, അത് കാരണം ഇവിടെ ഉണ്ടാവുന്ന ഫീൽഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ നേരത്തെ ഉണ്ടായിരുന്ന ഫീൽഡിനേക്കാൾ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ B3 എന്ന് പറയുന്നത് നേരത്തെ ഉള്ള രണ്ട് ഫീൽഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ B3 എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ B1 B2 B3 എന്താണ്, ഈ P എന്ന് പറയുന്ന പോയിന്റിൽ ഈ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ കാരണം ഉണ്ടാകുന്ന ഫീൽഡ് സ്ട്രെങ്ത് ആണ്. അത് നമ്മൾ കറണ്ട് കൂടുന്നതിനനുസരിച്ച് ഫീൽഡിന്റെ സ്ട്രെങ്തും കൂടും. അപ്പോൾ അതുകൊണ്ട് തന്നെ B3 is greater than B2 is greater than B1 ആണ്. അപ്പോൾ B3 greater than B2 greater than B1, ഓപ്ഷൻ C ആണ് കറക്റ്റ് ആൻസർ. പോയിന്റ് ക്ലിയർ ആണോ? ഇത് ഏത് കോൺസെപ്റ്റാ? കാരണം ഡയറക്ട്ലി കറണ്ട് എന്ന് പറയുന്ന അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട് ആണ്. ഇവിടെ ഓരോന്നായിട്ട് ആദ്യം I കടത്തി വിട്ടു, അപ്പോൾ ഉള്ള ഫീൽഡ് സ്ട്രെങ്ത് ആണ് B1. രണ്ടാമത് 2i കടത്തി വിട്ടു, അപ്പോഴാണ് B2. മൂന്നാമത് 3i കടത്തി വിട്ടു, അപ്പോഴാണ് B3 എന്ന് പറയുന്നത്. പോയിന്റ് ക്ലിയർ ആണോ? അപ്പോൾ നമ്മളിത് ഓരോന്നായിട്ടാണ്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം എന്താ, ഏറ്റവും സ്ട്രോങ്ങർ ആയിട്ട് ആര് വരുന്നോ, ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള കറണ്ട് എപ്പോഴാണോ നമ്മൾ കൊടുക്കുന്നത്, അപ്പോൾ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ആയിരിക്കും എന്ത്, ഏറ്റവും സ്ട്രോങ്ങർ ആയിട്ടുള്ളത്. പോയിന്റ് ക്ലിയർ ആണോ? ഇനി അടുത്തൊരു ചോദ്യം നോക്കിയേ, എന്താണ്, ദ സർക്കംഫറൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഡാഷ് ആസ് വി മൂവ് അവേ ഫ്രം ദി കറണ്ട് ക്യാരിങ് സ്ട്രേറ്റ് കണ്ടക്ടർ. കാരണം ഇവിടെ വേറൊരു ടേം പറഞ്ഞിരിക്കുന്നത് സർക്കംഫറൻസ്, ചുറ്റളവ് അല്ലെ. എന്താ ചോദിച്ചിരിക്കുന്നത്, വീണ്ടും നമ്മൾ ഓൾറെഡി പറഞ്ഞ റേഡിയസിന്റെ ബേസ് ചെയ്തിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ഇത് R ആണ്, ഇതിന്റെ ദൂരോട്ട് പോകുന്തോറും ഡിസ്റ്റൻസ് അല്ലെങ്കിൽ അതിന്റെ റേഡിയസ് കൂടും, അതായത് അതിന്റെ ചുറ്റളവ് കൂടിക്കൊണ്ടിരിക്കും അല്ലെ. അപ്പോൾ ഇവിടെ എന്താണ്, ദ സർക്കംഫറൻസ് ഓഫ് എ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് increases as we move away from the current carrying straight conductor. ഈ കണ്ടക്ടറിൽ നിന്ന് ദൂരോട്ട് പോകുന്തോറും ആ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ അതിന്റെ റേഡിയസ് അല്ലെങ്കിൽ സർക്കംഫറൻസ് അല്ലെങ്കിൽ ചുറ്റളവ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും, കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ ഓപ്ഷൻ എന്താണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ B ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ B ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നമ്മൾ ഈ ഫിഗർ ഓർത്തിരുന്നാൽ അതുകൊണ്ടാണ് ഞാൻ ഈ ഫിഗർ എല്ലായിടത്തും വിട്ടേക്കുന്നത്. പോയിന്റ് ക്ലിയർ ആണോ? ഇനി നമുക്ക് അടുത്തൊരു ഇമ്പോർട്ടന്റ് ഏരിയയിലേക്ക് പോകാം. അതായത് എന്താണ്, മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു കറണ്ട് ത്രൂ എ സർക്കുലർ ലൂപ്പ്. നമ്മൾ ഇതുവരെ പഠിച്ചത് എന്തായിരുന്നു, ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടർ മാത്രമാണ് നമ്മൾ പഠിച്ചത്. അതിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ എങ്ങനെ, അതിന് ചുറ്റും ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ. ഇനി ഞാൻ എന്ത് ചെയ്തു, ഈ കണ്ടക്ടറെ പിടിച്ച് മടക്കി എന്തായാലും ഒരു സർക്കുലർ ലൂപ്പ് ആക്കി. സർക്കുലർ ലൂപ്പ് ആക്കുന്നത് ഞാൻ ഇങ്ങനെ ആക്കി, നിങ്ങൾ വേറെ ഒന്നും ശ്രദ്ധിക്കേണ്ട, അതാ ഇങ്ങനെ ഒരു ലൂപ്പ് ആക്കി, എന്നിട്ട് അതിൽ കൂടി ഒരു കറണ്ട് കടത്തി വിട്ടു. അതിനെയാണ്, അപ്പൊ ഇതിനെയാണ് ഞാൻ എന്തെന്ന് പറയുന്നത്, സർക്കുലർ ലൂപ്പ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ എന്നിട്ട് ഞാൻ ഇതാകണം പ്ലസ് മൈനസ് പറഞ്ഞിട്ട്, അപ്പൊ ഇതിൽ കൂടി ഒരു കറണ്ട് കടത്തി വിട്ടു. ആ കറണ്ട് ആണ് എന്താ, ഇവിടെ ഞാൻ റെഡിൽ മാർക്ക് ചെയ്യുന്ന കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യും, കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്തു, ഇങ്ങനെ തിരിച്ച് ഇങ്ങോട്ടേക്ക് വന്നു. വേണ്ടോ, കറണ്ട് ഇങ്ങനെ ഫ്ലോ കയറ്റി വിട്ടു, ഇങ്ങനെ വന്നു. അപ്പൊ ഒരു സ്ട്രേറ്റ് കണ്ടക്ടറിനെ പിടിച്ച് ഞാൻ എന്ത് ചെയ്തു, മടക്കി ഇങ്ങനെ ഒരു ഒരു സർക്കുലർ ലൂപ്പ് ആക്കി മാറ്റി. എങ്കിൽ അതിന് ചുറ്റുമുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ, അതിന്റെ സ്വഭാവം എങ്ങനെ, അതൊക്കെ ഒന്ന് പഠിക്കേണ്ട. കാരണം അതിന് ചോദ്യം വരാറുണ്ട്, അതുകൊണ്ട് പഠിച്ചേ പറ്റുള്ളൂ. നോക്കാം. അപ്പോൾ ദിസ് ഇസ് എ സർക്കുലർ കോയിൽ ക്യാരിയിങ് കറണ്ട്. ഒരു കറണ്ട് ക്യാരിയിങ് കോയിലാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെയും നമുക്ക് റൈറ്റ് ഹാൻഡ് തമ്പ് റൂള് വെച്ച് തന്നെ എന്ത് ചെയ്യാം, മാഗ്നറ്റിക് ഫീൽഡ് അതിന് ചുറ്റുമുണ്ട് അല്ലെങ്കിൽ ഈ കണ്ടക്ടറിന് ചുറ്റും ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാം. കണ്ടോ, കണ്ടക്ടറിൽ കൂടി കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നു, നമ്മളിങ്ങനെ പിടിക്കുമ്പോഴത്തേക്കും
മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ, ഇതിൻ്റെ അകത്ത് കണ്ടോ ഈ പറയുന്ന പോലെ ഈ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ ആഡായി വരും. കണ്ടോ ഇങ്ങനെ പോവാണ്. പോയിന്റ് ക്ലിയർ ആണോ? നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമ്മൾ ഇതിൽ അറിഞ്ഞിരിക്കേണ്ടത് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ, ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അസോസിയേറ്റ് വിത്ത് കറന്റ് ക്യാരിങ് കണ്ടക്ടർ എന്ന് പറയുന്നത് നമുക്ക് ഈ പറയുന്ന ഒരു കണ്ടക്ടിംഗ് വയർ അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ഒരു വയർ എടുത്തിട്ട് അല്ലെങ്കിൽ ഈ ഒരു പോർഷൻ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിന് ചുറ്റും ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാം. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ വെച്ച് തന്നെ കണ്ടുപിടിക്കാം. പോയിന്റ് ക്ലിയർ ആണല്ലോ? അതാണ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നോക്കുക, അപ്പോൾ ഇതിന് ചുറ്റും ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഞാൻ പറഞ്ഞു. കാരണം കറണ്ട് ഇങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു. കറണ്ട് ഇങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, പോയിന്റ് ക്ലിയർ ആണോ കുട്ടികളെ? ഓക്കെ, ഇനി അപ്പോൾ ഇതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് അഗെയിൻ പോയിന്റ്സ് ടു നോട്ട്, സ്കോർ പോയിന്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഓർത്ത് വെക്കണം. ഞാൻ നേരത്തെ നമ്മൾ ആ സ്ട്രേറ്റ് കറന്റ് ക്യാരിങ് കണ്ടക്ടറിന്റെ സ്കോർ പോയിന്റ്സിന് എത്ര ചോദ്യങ്ങൾ ഫ്രെയിം ചെയ്യാൻ പറ്റിയെന്ന് മനസ്സിലായോ? ഇത് ഞാൻ എല്ലാ ചോദ്യങ്ങളും, അതായത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. വെറൈറ്റി തോന്നുന്ന സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ വെറൈറ്റി തോന്നുന്ന നമുക്ക് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്, ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതിൽ നിന്ന് ഒരുപാട് വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒരുപാട് ഡിഫറെൻറ്റ് പേരുകൾ മാറ്റി അല്ലെങ്കിൽ വാല്യൂസ് മാറ്റി ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതെല്ലാം നമ്മുടെ ടെസ്റ്റിലും ഉണ്ടാവും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ ഏതൊരു ചോദ്യം വന്നാലും മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് കോൺസെപ്റ്റ്സ് ആണ് നമ്മൾ സ്കോർ പോയിന്റ്സ് ആയിട്ട് തരുന്നത്. അതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത്. നോക്കുക, മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ബൈ എ കറന്റ് ക്യാരിങ് സർക്കുലർ ലൂപ്പ്. ഒരു സർക്കുലർ ലൂപ്പ് കാരണം ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്വഭാവം എങ്ങനെയായിരിക്കും? ഇവിടെ നോക്കുക, ദ സ്ട്രെങ്ത് ഓഫ് ദി മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ബൈ എ കറന്റ് ക്യാരിങ് സർക്കുലർ ലൂപ്പ് അറ്റ് എ ഗിവൻ പോയിന്റ് ഡിപെൻഡ്സ് അപ്പോൺ ദി ഫോളോയിങ് ഫാക്ടേഴ്സ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റ് തന്നിട്ടുണ്ടെങ്കിൽ ആ പോയിന്റിൽ ആ സർക്കുലർ കറന്റ് ക്യാരിങ് ലൂപ്പ് കാരണം ഉണ്ടാവുന്ന മാഗ്നറ്റ് അല്ലെങ്കിൽ അതിൽ കൂടി കറന്റ് ഫ്ലോ ചെയ്യുന്ന കാരണം ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയായിരിക്കും, അത് എന്തിനേക്ക് ഡിപ്പെൻഡ് ചെയ്യും എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നോക്കുക, ദ മാഗ്നിറ്റ്യൂഡ് എഗെയിൻ നേരത്തെ പറഞ്ഞ അതേ പോയിന്റ് തന്നെയാണ്. ഞാൻ പറഞ്ഞു സ്കോർ പോയിന്റ് ആണ്. വെരി 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 ഇമ്പോർട്ടൻറ്റ്. ചോദ്യങ്ങൾ ഇതിൽ നിന്ന് ഈ ഒരു സ്ലൈഡിൽ നിന്ന് മിനിമം ഒരു 4 വെറൈറ്റി ഓഫ് ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. 4 വെറൈറ്റിയാണ് ഈ കാണിച്ചിരിക്കുന്നത്. 4 വെറൈറ്റി എങ്ങനെയാണെന്നുള്ളതെന്ന് വെച്ചാൽ ഈ പോയിന്റ്സ് വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാം. വഴിയെ പോകുമ്പോൾ നമുക്ക് ആ ചോദ്യങ്ങൾ കാണുകയും ചെയ്യാം. നോക്കാം, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് കറന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ ആണ്. ഏത് സ്ട്രേറ്റ് ഒരു കറന്റ് ക്യാരിങ് സ്ട്രേറ്റ് കണ്ടക്ടറിൽ ഉള്ളതുപോലെ തന്നെ കറണ്ട് കൂടുന്നതിനനുസരിച്ച് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷൻ കറണ്ട് കൂടുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്തും കൂടും അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഡെൻസിറ്റി കൂടും. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി നമ്പർ ഓഫ് ടേൺസ് ഇൻ ദി കറന്റ് ക്യാരിങ് ലൂപ്പ്. ശ്രദ്ധിക്കുക, നമ്മൾ കഴിഞ്ഞ തവണ അല്ലെങ്കിൽ സ്ട്രേറ്റ് കണ്ടക്ടറുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഒരു അഡീഷണൽ പോയിന്റ് ഉണ്ട്. അവിടെ ഒറ്റ കണ്ടക്ടറേ ഉണ്ടായിരുന്നു അല്ലേ? ഇവിടെ എന്താണ്, നമുക്ക് ഒരു കറന്റ് ക്യാരിങ് ലൂപ്പ് ആണുള്ളത്. ഇനി ആ ലൂപ്പിൽ ഒന്നിലധികം ടേൺസ് ഉണ്ടെങ്കിൽ, ഒന്നിലധികം ചുറ്റുണ്ടെങ്കിൽ എന്താണ്, the magnitude of magnetic field depends upon the number of turns in the current carrying loop. Number of turns in the current carrying loop. എന്താണ്, മാഗ്നറ്റിക് ഫീൽഡ് അതിൽ എത്ര ടേൺസ് ഉണ്ട് എന്നുള്ളതിനെ ആസ്പദമാക്കി കൂടുകയോ കുറയുകയോ ചെയ്യും. എന്താണ് നോക്കുക, the larger the number of turns, കൂടുതൽ ചുറ്റുകൾ ഉണ്ടെങ്കിൽ, കൂടുതൽ ടേൺസ് ഉണ്ടെങ്കിൽ എന്താണ്, the higher the magnitude of magnetic field. അതായത് B എന്ന് പറയുന്നത് it increases, അതായത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു n ആണ്, നമ്പർ ഓഫ് ടേൺസ് ആണ്. നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് അതിന്റെ ക്യാപിറ്റൽ N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്പർ ഓഫ് ടേൺസ് കൂടുകയാണെങ്കിൽ, നമ്പർ ഓഫ് ടേൺസ് കൂടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും, ബിയും കൂടും. അതാണ് ഇവിടെ പറയുന്നത്. The larger the number of turns, the higher is the magnitude of magnetic field. Magnetic field is directly proportional to the number of turns of the loop. പോയിന്റ് ക്ലിയർ ആണോ കുട്ടികളെ? The magnetic field is directly proportional to the number of turns of the loop. This means that B is proportional to N. B is proportional to N. Again, ഇത് ബി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ. ഇനി ഇതിനൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എക്സ്പെക്റ്റഡ് ലെവലിൽ നമുക്ക് വേണമെങ്കിൽ ഒരു അഡീഷണൽ സെഷൻ നമുക്ക് അവസാനം നോക്കാട്ടോ. എന്താണെന്നറിയോ, ഇതിൻ്റെയൊക്കെ ഫോർമുലാസ് നമുക്ക് ഇതിൻ്റെ ഫോർമുലാസ് നമ്മുടെ ഒരു ഗ്രൂപ്പ് ഡി അല്ലെങ്കിൽ NTPC ലെവലിലൊന്നും അങ്ങനെ ചോദിക്കാറില്ല. പക്ഷേ ആ ഫോർമുല ഒന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ പല ചോദ്യങ്ങളും ആ ഫോർമുല മനസ്സിലുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇതില്ലാതെ തന്നെ നമുക്ക് ഈ കോൺസെപ്റ്റ് വെച്ച് നമുക്ക് ചെയ്യാം. പക്ഷേ അത് ഞാൻ അവസാനത്തെ ഒരു സെഷനായിട്ട് നമുക്ക് അത് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. നോക്കാം, എന്നിട്ട് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി റേഡിയസ് ഓഫ് സർക്കുലർ ലൂപ്പ്. അതായത് ഈ പറയുന്ന പോലെ നമുക്ക് ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ ആ പോയിന്റിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ആ സർക്കുലർ ലൂപ്പിൽ നിന്ന്, അതായത് സർക്കുലർ ലൂപ്പിൽ നിന്ന് ഉള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ അതിന്റെ റേഡിയസിനെ ഡിപ്പെൻഡ് ചെയ്യും. ആ റേഡിയസ് എന്താണ്, റേഡിയസ് കൂടുന്തോറും ആ പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് കുറയുന്നുണ്ടാവും. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. നേരത്തെ പോലെ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. വലിയൊരു ലൂപ്പാണെങ്കിൽ അതിൻ്റെ അകത്തുള്ള ഏതെങ്കിലും ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, അതിൽ വലിയ ലൂപ്പാണെങ്കിൽ എന്താണ്, അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് കുറവായിരിക്കും കമ്പയർഡ് ടു നമ്മളൊരു ചെറിയ ലൂപ്പ് എടുക്കുകയാണെങ്കിൽ. അഗെയിൻ അതെന്തിനാണ്, അവിടെ നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാം. കറണ്ട് കൂടുകയാണെങ്കിൽ, ആ ലൂപ്പിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് കൂടുതലാണെങ്കിൽ നമുക്ക് അതനുസരിച്ച് എന്ത് ചെയ്യാം, അതിനകത്തുള്ള ഫീൽഡ് സ്ട്രെങ്ത് കൂട്ടാം. അഗെയിൻ നമ്മൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബി എന്ന് പറയുന്ന വാല്യൂ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്, നമ്പർ ഓഫ് ടേൺസ് ആണ്. ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റേഡിയസ് ഓഫ് ദി സർക്കുലർ ലൂപ്പ് ആണ്. ആ ഒരു പോയിന്റ് ഒന്ന്
ഓർത്തിരിക്കാം. ഓക്കെ, ഇതിനെ ബേസ് ചെയ്തുള്ള ചോദ്യമുണ്ട്. അപ്പോൾ ഇവിടെ ഇതിൽ ഈ ചോദ്യം നമുക്ക് എന്തായാലും അറിയാം. ഈ ചോദ്യത്തിൽ നിന്നാണ്, ഈ ഒരു ഏരിയ, ഈ പോയിന്റിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത്. എന്താണെന്നറിയോ? എന്താണ് നോക്കുക. See, the field produced by n turns of a coil is dash times the single turn coil. അതായത് നമുക്ക് ഒരു ടേൺ മാത്രമുള്ള ഒരു കോയിൽ ഉണ്ട്. ഒരു ടേൺ മാത്രമുള്ള കോയിലിന്റെ ബി ആണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു n ആണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പൊ നമ്പർ ഓഫ് ടേൺസ് കൂടുകയാണെങ്കിൽ എന്ത് പറ്റും? ദ ഫീൽഡ് പ്രൊഡ്യൂസ് ബൈ n ടേൺസ് കോയിൽ ആണെങ്കിൽ എന്ത് പറ്റും? n ടൈംസ് ആയി കഴിഞ്ഞാൽ, അതായത് ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആദ്യം 1 ആയിരുന്നു, ഒരു ടേണേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് വിചാരിക്കാം. ഇനി എന്തായി? നമുക്ക് ഇവിടെ ബി ഡാഷ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് എന്ന് കൂടി കഴിഞ്ഞാൽ അത് എന്തിന് പ്രൊപ്പോർഷൻ ആയിരിക്കും? ടേൺസിന് അതേപോലെ തന്നെ പ്രൊപ്പോർഷൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? n ടൈംസ് ഫീൽഡ് സ്ട്രെങ്ത് കൂടുമെന്ന് പറയാം. എന്താണ്? കാരണം ബി ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു n അല്ലേ. അതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് ടേൺസ് കൂടിക്കഴിഞ്ഞാൽ അതിന് ആനുപാതികമായി തന്നെ ഫീൽഡ് സ്ട്രെങ്തും കൂടും. അതുകൊണ്ട് തന്നെ ദ ഫീൽഡ് പ്രൊഡ്യൂസ് ബൈ n ടേൺസ് ഓഫ് എ കോയിൽ is n times എന്താണ്? ദാറ്റ് ഓഫ് എ സിംഗിൾ ടേൺ. പോയിന്റ് ക്ലിയർ ആണോ? ആ ഒരു പോയിന്റ് ഓർത്ത് വെക്കുക. ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, ഗ്രൂപ്പ് ഡിയിൽ റീസെന്റ് ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ പറഞ്ഞത്? ഇത് എന്തുകൊണ്ടാണ്? ഇതിന്റെ ഈ ഒരു കോൺസെപ്റ്റ് ഞാൻ നേരത്തെ ഇവിടെ n ടൈംസ് കൂടും എന്ന് പറഞ്ഞു. നമ്പർ ഓഫ് ടേൺസ് കൂടുകയാണെങ്കിൽ അതിനനുസരിച്ച് അല്ലെങ്കിൽ അതിന് ആനുപാതികമായി ഫീൽഡ് സ്ട്രെങ്ത് കൂടും എന്ന് പറഞ്ഞു അല്ലേ. അത് എന്തുകൊണ്ടാണ് നിങ്ങൾ ചിന്തിച്ചോ? അതിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ ഇവിടെ ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഈ ഫിഗർ വെച്ചിട്ട് തന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്പർ ഓഫ് ടേൺസ് കൂടുക എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ടേൺസ് വരികയാണെങ്കിൽ ഓരോ ടേൺ കാരണവും എന്തുണ്ടാവും? അതിൻ്റെതായ ഒരു മാഗ്നറ്റിക് ഫീൽഡ് അവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ മാഗ്നറ്റിക് ലൈൻസ് അവിടെ ഉണ്ടാവും അല്ലെ. അപ്പോൾ ഓരോന്ന് കൂടുന്ന ആഡ് ആവുന്നതിനനുസരിച്ച് ഓരോ ഫീൽഡ് ലൈൻസ് അല്ലെങ്കിൽ ഓരോ ഫ്ലക്സ് ലൈൻസും എന്ത് ചെയ്യുന്നുണ്ടാവും? അവിടെ കൂടുതൽ ആഡ് ആയി വരും. അതെല്ലാം കൂടി എന്ത് ചെയ്യാൻ വരും? ടോട്ടലി ആഡ് ചെയ്ത് വരുമ്പോൾ ഒരു വലിയ മാഗ്നറ്റിക് ഫീൽഡ് ആവില്ലേ? അത് തന്നെയാണ് അതിന്റെ ആൻസർ. നോക്കുക, ഞാൻ പോയിന്റ് എഴുതിയിട്ടുണ്ട്. ദിസ് ഹാപ്പൻസ് ബിക്കോസ്, എന്തുകൊണ്ടാണ്? ബിക്കോസ് ദി ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ n ടേൺസ് ഓഫ് എ കോയിൽ is n times എന്ന് പറഞ്ഞു, is n times that of a single turn. എന്തുകൊണ്ടാണ്? This happens because the current in each turn would be in the same direction, hence the field due to these add up. അതായത് ഓരോ ടേണിലും ഓരോ ലൂപ്പിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് ഒരേ ഡയറക്ഷൻ തന്നെയാണ്. കാരണം ഒറ്റ കറണ്ട് അല്ലേ നമ്മൾ വിടുന്നുള്ളൂ. അപ്പോൾ ഓരോന്ന് കാരണം ഉണ്ടാവുന്ന ഓരോ കോയിലിലും അല്ലെങ്കിൽ ഓരോ ടേണിലും കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ആ ഓരോ ടേണിലും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നുണ്ട്. ഒരേ ഡയറക്ഷനിലുള്ള കറണ്ട് ആയതുകൊണ്ട് തന്നെ ആ ഓരോ ഡയറക്ഷൻ ഓഫ് അല്ലെങ്കിൽ ഓരോ ഫീൽഡും എന്ത് തന്നെയായിരിക്കും, അല്ലെങ്കിൽ ഓരോ ഫീൽഡ് ലൈൻസും എന്ത് തന്നെയായിരിക്കും? ഒരേ ഡയറക്ഷൻ തന്നെയായിരിക്കും. ഒരേ ഡയറക്ഷൻ ആയതുകൊണ്ട് തന്നെ അവരെല്ലാവരും കൂടി നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ടന്റ് ഫീൽഡ് കിട്ടും, അല്ലെങ്കിൽ റിസൾട്ടന്റ് ഫീൽഡ് സ്ട്രെങ്ത് കിട്ടും. ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കിട്ടുന്നത് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? അതൊരു വലിയ ഫീൽഡ് സ്ട്രെങ്ത് വാല്യൂ ആയിരിക്കും. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇഫ് ദർ ഇസ് എ സർക്കുലർ കോയിൽ ഹാവിംഗ് n ടേൺസ് ഉള്ള ഒരു കോയിൽ ഉണ്ടെങ്കിൽ the field produced is n times as large as that produced by a single turn. This is because the current in each circular turn has the same direction and the field due to each turn that just adds up. നേരത്തെ പറഞ്ഞ അതേ പോയിന്റ് തന്നെയാണ് ഞാൻ ഇട്ടേക്കുന്നത്. പോയിന്റ് ക്ലിയർ ആണോ? ഈ ഒരു കാര്യം ക്ലിയർ ആയോ? അപ്പോൾ ഇത് വെച്ചിട്ടൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുതിക്കൂടെ? ഇനി ഇത് ഒരു തവണ ചോദിച്ച ചോദ്യം അടുത്ത തവണ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല ചോദിക്കുക. എന്താ ചോദിക്കുക? നോക്കുക. The magnetic field produced due to a circular current carrying coil having 6 turns will be how many times that the field produced due to a single സർക്കുലർ ലൂപ്പ് ക്യാരിങ് ദ സെയിം കറണ്ട്. അതായത് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ആദ്യം ഒരു നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു സിംഗിൾ സർക്കുലർ ലൂപ്പ് തന്നിട്ടുണ്ട്. ഓക്കെ, അതിന്റെ ഫീൽഡ് സ്ട്രെങ്ത് ഞാൻ B1 ആയിട്ട് എടുത്തു. ഓക്കെ, അതിന്റെ എത്ര ഇരട്ടി ആയിരിക്കും എന്ത്? The field produced by a circular coil carrying current having 6 turns. ഇവിടെ ഫ്ലോ ചെയ്ത കറണ്ട് I തന്നെയാണ്. ഇവിടെ നമുക്ക് എന്തുണ്ട്? ഇവിടെ 6 ടേൺസ് ഉണ്ടെന്ന് വിചാരിക്കാം. 6 ടേൺസ് ഉണ്ട്. ഈ 6 ടേൺസിൽ കൂടിയും ഫ്ലോ ചെയ്യുന്ന കറണ്ട് I തന്നെയാണ്. പക്ഷെ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു ഇത് B2 ആണെന്ന് വിചാരിക്കുക. B2 എന്തായിരിക്കും? B2 എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു 6 ടൈംസ് B1 ആയിരിക്കും. കാരണം സെയിം കറണ്ട് തന്നെയാണ് ഫ്ലോ ചെയ്യുന്നത് അല്ലേ. പക്ഷെ ഇവിടെ എന്തുണ്ട്? 6 ടേൺസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ 6 ഇരട്ടി ആയിരിക്കും എന്ത്? ഇത് കാരണം ഉണ്ടാവുന്ന ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? The magnetic field produced due to a circular coil carrying a current having 6 turns. 6 ടേൺ ഉണ്ട്. Will be how many times that of the field produced by a single circular loop എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ക്യാരിങ് ദ സെയിം കറണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇനി ക്യാരിങ് ഡബിൾ ദി കറണ്ട് എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഇവിടെ കറണ്ട് ഡബിൾ ആവും. അപ്പോൾ ഇവിടെ എന്താവും? 6 × 2 ടൈംസ് വരും. അങ്ങനെയും ചോദ്യം വന്നേക്കാം, അടുത്ത തവണ വന്നേക്കാം. അപ്പോൾ അതും കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? ഇവിടെ 6 ഇരട്ടി അല്ലെങ്കിൽ 6 ടൈംസ് ആവും. കാരണം 6 ടേൺസ് ആണ്. നേരത്തെ ഒരു ടേൺ ഉണ്ടായിരുന്നുള്ളൂ, അതിന്റെ 6 ഇരട്ടി ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആയിരിക്കും. പോയിന്റ് ക്ലിയർ ആണോ? അപ്പം ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ എക്സ്പ്ലനേഷൻ തന്നെ നമുക്ക് എടുക്കാം. ബിക്കോസ് ദ കറണ്ട് ഇൻ each turn would be in the same direction, hence the field due to these adds up. പോയിന്റ് ക്ലിയർ ആണോ കുട്ടികളെ?
ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം എന്താണ് നോക്കുക. ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അറൗണ്ട് എ കറന്റ് ക്യാരിങ് സർക്കുലർ ലൂപ്പ് ആർ എന്താണ്? ദേ ആർ കോൺസെൻട്രിക്. കണ്ടോ, ഇത് ഇങ്ങനെയല്ലേ, കോൺസെൻട്രിക് അല്ലേ? ദേ ആർ കോൺസെൻട്രിക് സർക്കിൾസ് ആണ്. ആ ഒരു പോയിന്റും കൂടി ഓർത്തിരിക്കുക. ഓക്കെ, ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇനി നമുക്ക് അടുത്ത ഡിസ്കസ് ചെയ്യാനുള്ളതാണ് എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ എ കറന്റ് ക്യാരിങ് സോളിനോയിഡ്. അത് നമുക്ക് അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യാം.